നമസ്കാരം. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുകയാണ്. പശ്ചിമേഷ്യൻ യുദ്ധം പരിഹാരമില്ലാതെ തുടരുകയാണ്. സമാധാന ശ്രമങ്ങൾ പേരിനു പോലുമില്ല. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ഇറാന്റെ വ്യാപക പ്രതികാരം ഇന്ന് കണ്ടു. ടെൽ അവീവ് ഉൾപ്പെടെ നടുങ്ങി. ആക്രമണ പ്രത്യാക്രമണങ്ങളുടെ മണിക്കൂറുകളാണ് കണ്ടത്. 150-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ, കൂറ്റൻ ബഹുനില കെട്ടിടങ്ങളും വാഹനങ്ങളും തകർന്ന് തരിപ്പണമായി. പ്രതിരോധാസ്ഥാനമായ കിരിയയിൽ പോലും മിസൈലുകൾ പതിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. അയൺ ഡോമിന്റെ പോലും നിശ്ചലമാക്കിയുള്ള ആക്രമണം അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിനെ ഞെട്ടിച്ചോ? ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും കണക്കുകൂട്ടലുകൾ പിഴച്ചോ? ഏറ്റവും ഒടുവിൽ ഇസ്രായേലിലെ സുഹൃത്തുക്കൾ നൽകുന്ന വിവരമനുസരിച്ച് മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞു. ഏത് നിമിഷവും വീണ്ടും ആക്രമണം ഉണ്ടാകുമെന്ന് IDF പോലും നൽകുന്ന വിവരം. 50ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിൽ പതിച്ചു എന്നുള്ളതാണ് അല്പസമയം മുമ്പ്. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ അവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ജനങ്ങൾ ബങ്കറിനുള്ളിലാണ്. സമാനമായി തന്നെ ഇന്ന് ഇസ്രായേൽ ടാർഗറ്റ് ചെയ്തത് ഇറാനിലെ എണ്ണപ്പാടങ്ങളെയാണ്. ഇറാനുള്ളിൽ നിന്ന് ആ രാജ്യത്തെ ആക്രമിക്കുന്ന മൊസാദ് തന്ത്രത്തിന്റെ അടുത്ത വഴി എന്താകും? ഇസ്രായേലിന് ഇറാന്റെ തിരിച്ചടിയോ? പ്രൈം ഡിബേറ്റ് പരിശോധിക്കുന്നു. ഡോക്ടർ മോഹൻ വർഗീസ്, അഡ്വക്കേറ്റ് ബൈജു തെട്ടാല, ശ്രീ കേരൾ ഡിന്നി, ഒപ്പം ശ്രീ MS വേണുഗോപാൽ എന്നിവർ ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ഒപ്പം ഇസ്രായേലിൽ നിന്ന് നമ്മുടെ മലയാളികളായ നിരവധി സുഹൃത്തുക്കളെ നമ്മൾ തത്സമയം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അല്പസമയം മുമ്പ് ഈ ചർച്ചയിൽ തുടക്കത്തിൽ ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞിരുന്ന സ്റ്റീഫൻ നമ്മെ വിളിച്ചറിയിച്ചിരിക്കുന്നത് IDFന്റെ പുതിയ മുന്നറിയിപ്പുകൾ വന്നിരിക്കുന്നു. അവർ സുരക്ഷിത മേഖലകളിലേക്ക്, കേന്ദ്രങ്ങളിലേക്ക് മാറാനുള്ള തിരക്കിലാണ്. അവരതിനുള്ള കാരണം ഇത്രയും നാൾ ഗസ ആക്രമണമൊക്കെ ഉണ്ടായിട്ടും പലസ്തീൻ പോരാട്ടമൊക്കെ നടന്നിട്ടും ഇസ്രായേൽ കാണാത്ത വിധമുള്ള തിരിച്ചടി ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അത് വല്ലാതെ പരിഭ്രാന്തരാക്കിയിട്ടുണ്ട് ആ രാജ്യത്തെയും ജനങ്ങളെയും എന്നുള്ളതാണ്. ശ്രീ മോഹൻ വർഗീസ്, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അമേരിക്കയുടെ പിന്തുണയോടെ, പരോക്ഷമായ പിന്തുണയോടെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ഇത്രയധികം വലിയ തിരിച്ചടി ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല ഇസ്രായേൽ എന്നല്ലേ കരുതേണ്ടത്? അങ്ങനെ കരുതേണ്ടി വരും. ഇസ്രായേൽ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ കടുത്ത ഒരു തിരിച്ചടി തന്നെയാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ 1973 അവസാന യുദ്ധം, ഇസ്രായേലും അറബി ലോകവും തമ്മിൽ നടന്ന അവസാനത്തെ യുദ്ധത്തിന് ശേഷം ഇറാന്റെ മണ്ണിൽ ഇസ്രായേലിന്റെ മണ്ണിൽ ഏറ്റവും അധികം നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നത് ഇപ്പോഴാണ്. 50 ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന്റെ മണ്ണിൽ അയൺ ഡോം ഭേദിച്ചുകൊണ്ട് പതിച്ചു എന്ന് പറയുമ്പോൾ ആ ഒരു വൾനറബിലിറ്റി, അല്ലെങ്കിൽ ആ ഒരു ഇസ്രായേലിന്റെ ദൗർബല്യം എന്ന് പറയാനാവില്ലെങ്കിലും ഒരു ചെറിയ വീക്ക്നെസ് അവിടെ, കിങ്സ് ഇൻ ദ ആർമർ ഗെറ്റ് റിവീൽഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് ഇസ്രായേൽ തന്ത്രങ്ങൾ മാറ്റിപ്പിടിക്കുന്നത് കണ്ടത്. സാധാരണഗതിയിൽ ഒരു അലിഖിത നിയമമുണ്ട്, ഒരു പരിധിയിൽ കൂടുതൽ ജനവാസ മേഖലയെ ടാർഗറ്റ് ചെയ്യരുത്, ബിസിനസ് സ്ഥാപനങ്ങളെയും അല്ലെങ്കിൽ ജീവിത ഉപാധിയാകുന്ന എണ്ണ പോലെയുള്ള എണ്ണപ്പാടങ്ങൾ ഉൾപ്പെടെയുള്ളവയെ ടാർഗറ്റ് ചെയ്യരുത് എന്ന ഒരു അലിഖിത നിയമമുണ്ട്. പക്ഷേ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇസ്രായേലിൻ്റെ ആക്രമണം ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ നീങ്ങിയിരിക്കുന്നു. ഇറാൻ്റെ ഏറ്റവും വലിയ ബലമെന്ന് പറയുന്നത് ഹൈഡ്രോ കാർബൺ റിസർവാണ്. ശക്തമായ ഈ ക്രൂഡ് ഓയിൽ അടിത്തറയുള്ള ഒരു രാജ്യമാണ് ഇറാൻ. അപ്പോൾ അതിൻ്റെ ഓയിൽ റിഫൈനിങ് അല്ലെങ്കിൽ സംഭരണശാലകൾ അഗ്നിക്കിരയായി കഴിഞ്ഞാൽ ഇറാൻ്റെ പ്രതിരോധം ദുർബലമാകും. അത് മാത്രമല്ല, ആദ്യ വേവ് ഓഫ് അറ്റാക്കിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഇറാനെതിരെ 2 ദിവസം മുൻപ് നടന്ന ആദ്യ വേവ് ഓഫ് അറ്റാക്കിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ പരമാവധി നശിപ്പിക്കാനുള്ള ശ്രമം നടത്തി. അതുകൊണ്ട് ഏറിയൽ സോർട്ടേഴ്സ് ഇസ്രായേലിന് എളുപ്പമായി വരും. കാരണം ഇസ്രായേൽ ഉപയോഗിച്ചത് യുദ്ധവിമാനങ്ങളാണ്. മറുപടിയായി ഇറാൻ ഉപയോഗിച്ച യുദ്ധവിമാനങ്ങളല്ല എന്നോർക്കണം. ഇറാൻ്റെ യുദ്ധവിമാനങ്ങളെല്ലാം സാമാന്യം കാലഹരണപ്പെട്ട യുദ്ധവിമാനങ്ങളാണ്. അതുകൊണ്ട് പഴകിയ യുദ്ധവിമാനങ്ങൾക്ക് പകരം അത്യന്താധുനികമായ മിസൈലുകൾ, ഷാഹിദ് മിസൈലുകൾ, ഡ്രോണുകൾ, അതുപോലെ തന്നെ പുതിയ ജനറേഷൻ ഓഫ് വെസൽ, ഖൈബർ മിസൈൽ, ഇങ്ങനെയുള്ള വിവിധങ്ങളായ മിസൈലുകൾ ഇറാൻ ഉപയോഗിക്കുന്നു. എനിക്ക് തോന്നുന്നത് ആ പ്രദേശത്ത് ഏറ്റവും അധികം ഇസ്രായേലിൻ്റെ കയ്യിലുള്ളതിനേക്കാൾ കൂടുതൽ എണ്ണം മിസൈലുകൾ കൈവശമുള്ളത് ഇറാൻ തന്നെയാണ്. ഇറാൻ ഒരു മിസൈൽ മാനുഫാക്ചറിങ് ഒരു ഹബ്ബായിട്ട് മാറിക്കഴിഞ്ഞു. മറ്റു പല രാജ്യങ്ങൾക്കും മിസൈൽ സപ്ലൈ പോലും ചെയ്യാനുള്ള രീതിയിൽ ഇറാൻ വളർന്നു. അതുകൊണ്ട് ആ ഒരു രീതിയിൽ 2 രീതിയിലുള്ള അറ്റാക്കാണ്. ഇസ്രായേൽ ഇറാനെ അടിച്ചിരിക്കുന്നത് 2 രീതിയിലാണ്. മിസൈലുകളുണ്ട്, അതേപോലെ തന്നെ ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചു. 200-ൽ പരം ഫൈറ്റർ ജെറ്റുകളാണ് ആദ്യ റൗണ്ടിൽ ഉപയോഗിച്ചത് എന്നാണ്. പക്ഷെ ഒരു കാര്യത്തിൽ ഇസ്രായേലിന് മുൻതൂക്കമുള്ളതായി കാണാം.
അതിൻ്റെ കാരണം ഇറാൻ ഇല്ലാത്തതും ഇസ്രയേലിന് സമൃദ്ധമായിട്ടുള്ളതുമാണ് ആക്റ്റീവ് ഇൻ്റലിജൻസ് നെറ്റ്വർക്ക് ആൻഡ് ഫ്രെയിം. ഇസ്രയേലിൻ്റെ മൊസാദിൻ്റെ കരങ്ങൾ ഇറാനുള്ളിൽ പ്രവർത്തിക്കുന്നു. ഇറാൻ്റെ ഡീപ്ലി എൻട്രഞ്ച്ഡ് ആണ്. ഇറാൻ്റെ വ്യവസ്ഥിതിയിൽ യൂണിവേഴ്സിറ്റികളിൽ, പൊതു ഇടങ്ങളിൽ, ബിസിനസ് സ്ഥാപനങ്ങളിൽ എന്നുവേണ്ട ഇറാൻ്റെ റെവല്യൂഷണറി ഗാർഡിനുള്ളിലേക്ക് പോലും ചാരന്മാരെ അയച്ചുകൊണ്ട് ഇറാനുള്ളിലെ നീക്കങ്ങൾ സസൂക്ഷ്മം പരിശോധിക്കുന്ന ഇസ്രായേൽ അങ്ങനെ ലഭിക്കുന്ന ഇൻ്റലിജൻസ് ഇൻപുട്ട് സൈനികമായ ആക്രമണത്തിന് ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ്. ഇത് സമാനമായ ശൈലി കണ്ടത് ഈ കഴിഞ്ഞ മാസം ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ റഷ്യക്ക് അകത്തേക്ക് കയറി ഏതാണ്ട് 5000 കിലോമീറ്റർ റഷ്യക്ക് അകത്തേക്ക് കയറി ഡ്രോൺ ആക്രമണം നടത്താൻ ഉക്രൈന് സാധിച്ചത് ഡ്രോണുകൾ റഷ്യക്കുള്ളിലേക്ക് കടത്തിക്കൊണ്ടു പോവുകയും ഏത് ലക്ഷ്യമാണോ ഭേദിക്കേണ്ടത് ആ ലക്ഷ്യം തൊട്ടടുത്ത് വെച്ച് ട്രക്കുകളിൽ നിന്നും ഡ്രോണുകൾ നാടകീയമായി പുറത്തു വരികയാണ്, റിലീസ് ചെയ്യപ്പെടുകയാണ്, എന്നിട്ട് ലോഞ്ച് ചെയ്യുകയാണ്. ആ രീതിയിൽ ഉക്രൈൻ പെർഫെക്റ്റ് ചെയ്തെടുത്തു. അതിനേക്കാൾ മുൻപ് തന്നെ ഇസ്രയേൽ ഈ ഒരു വിദ്യ കൈവരിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇസ്രയേലിൻ്റെ പ്രഹരത്തിന് ഒരു അപ്രതീക്ഷിത നേച്ചറുണ്ട്, അപ്രതീക്ഷിത സമയക്രമമുണ്ട്, അപ്രതീക്ഷിത രീതിശാസ്ത്രമുണ്ട്. പക്ഷേ ഇറാൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി രൂക്ഷമായി പ്രതികരിക്കുന്നു. പക്ഷേ ഒരുമാതിരി കാടടച്ചു വെടിവെക്കുന്ന ഒരു രീതിയിലാണ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ടാർഗറ്റുകളുടെ ഒരു രീതി നോക്കിയാൽ കുറച്ച് പ്രിസിഷൻ ഇറാനും കൈവരിച്ചതായി കാണാം. കാരണം ഇസ്രയേലിൻ്റെ ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് വലിയ രീതിയിലുള്ള ബോംബ് വർഷമാണ് നടന്നത്. ഹൈഫ തുറമുഖം ആക്രമണ വിധേയമായിരിക്കുന്നു. അവിടെ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുണ്ട്. ഈ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ജൂതന്മാർക്കും എല്ലാം പരിശുദ്ധ സ്ഥലമായ ജെറുസലേം നഗരം ആക്രമണ വിധേയമായി. അതിനകത്ത് ജൂയിഷ് ക്വാർട്ടേഴ്സാണ് ആക്രമണ വിധേയമായത്. അതിനകത്ത് അറബ് റീജിയൻ, പലസ്തീനിയൻ റീജിയൻ ഉണ്ട് ജെറുസലേമിൽ, ന്യൂട്രൽ സോണുകളുണ്ട്. പക്ഷേ ഈ ജൂയിഷ് ക്വാർട്ടേഴ്സ് ആക്രമണ വിധേയമായി എന്ന് പറയുമ്പോൾ ഇറാനും കുറേയൊക്കെ സെലക്റ്റീവ് അറ്റാക്കിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഇത് ഒരു പരിധിവരെ ഇസ്രയേലിന് അപ്രതീക്ഷിതമാണ്. കാരണം ഇവിടെ ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ഇറാനെ ഞെട്ടിച്ചുകൊണ്ട്, ഇറാൻ ഒപ്പം നിൽക്കുന്നവരെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഇസ്രായേലിൻ്റെ മൊസാദിൻ്റെ 1 വർഷം നീണ്ട ആസൂത്രണം. അത് ആദ്യഘട്ടത്തിൽ വലിയ തോതിലുള്ള മേധാവിത്വം ഇസ്രായേലിനുണ്ടാക്കി എന്നുള്ള പ്രതീതി ജനിപ്പിച്ചു. ഇറാനെ പോലെ ഒരു ദുർബല രാജ്യത്തിന്, എല്ലാ തരത്തിലും അടിപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യത്തിന് ഇതിന് പ്രതികാരം നൽകാനാകുമോ എന്നുള്ള രീതിയിലായിരുന്നു പിന്നീടുള്ള ചർച്ചകൾ. പക്ഷേ ഇപ്പോൾ ഇന്ന് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ 6:45 മണിക്കും ഇസ്രായേലിലെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ അവരൊക്കെ വലിയ ഭീതിയിലാണ്. പലസ്തീൻ സംഘർഷത്തിൽ പോലും ഉണ്ടാകാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെയുണ്ട്. അവിടുത്തെ ഭരണകൂടം തുടർച്ചയായി മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്, സൈറനുകൾ മുഴങ്ങുന്നുണ്ട്, അയൺഡോം സംവിധാനത്തെ പോലും പരാജയപ്പെടുത്തുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. അവരോട് സുരക്ഷാ സ്ഥാനങ്ങളിലേക്ക് മാറാൻ പറയുന്നുണ്ട്. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് അവിടെ. അപ്പോൾ അങ്ങനെ ഇറാന് ആക്രമിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും കണക്കുകൂട്ടലുകൾ പിഴച്ചു എന്നുള്ളതല്ലേ? നോക്കൂ രഞ്ജിത്ത്, എനിക്ക് തോന്നുന്നു നമ്മളതിനെ വേറൊരു രീതിയിൽ കാണുകയാണെങ്കിൽ, അപ്പൊ ഒരു ഇസ്രായേലിനെ സംബന്ധിച്ചോളം ഇസ്രായേൽ ഒരു സൈനിക നടപടിയാണ് അവർ എടുത്തിട്ടുള്ളത്. അപ്പൊ ഒരു സൈനിക നടപടി എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു കൗണ്ടർ ആക്ഷൻ ഉണ്ടാവും എന്നുള്ള കാര്യം നല്ല ബോധ്യത്തോടെ തന്നെയാണ് ഈ പ്ലാനിങ് തന്നെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിനെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതായത് ഒരു ആക്ഷൻ എടുക്കുമ്പം അതിന് മറുപടി ഒരു ആക്ഷൻ വരും എന്നുള്ളതിനകത്ത് യാതൊരു തർക്കവും. കാരണം ഇറാനെ പോലുള്ള രാജ്യം, അവർക്ക് സ്വന്തമായിട്ടുള്ള എയർഫോഴ്സ് ഉണ്ട്, ആർമി ഉണ്ട്, മിസൈൽസ് ഉണ്ട്, ശക്തിശാലിയായിട്ടുള്ള ഒരു സൈന്യവും കാപ്പബിലിറ്റി ഉള്ള ഒരു രാജ്യത്ത് നിങ്ങൾ 200 എയർഫോഴ്സിന്റെ പ്ലെയിൻ ഉപയോഗിച്ച് സ്ട്രൈക്ക് ചെയ്താൽ തീർച്ചയായിട്ടും അവർ സ്ട്രൈക്ക് ചെയ്യും. അതിന്റെ ആ ഒരു കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവും ഇല്ല, ആർക്കും തർക്കം കാണത്തില്ല. പക്ഷേ എന്താണ് ഇസ്രായേൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റീവ്സ് അവർക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുള്ളത്. അപ്പൊ അത് നേടിയിട്ടുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും ഒരു വില കൊടുക്കാൻ ഇസ്രായേലും കൊടുത്തേ പറ്റൂ. കാരണം ഇതൊരു വാറാണ്. വാറിൽ നമ്മളൊക്കെ ഇവിടെ ഇപ്പൊ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ പലരും ചോദിച്ചു എത്ര എയർക്രാഫ്റ്റ് പോയി, അല്ലെങ്കിൽ എത്ര. ഇതൊക്കെ ഒരു വാറിൽ ഇറ്റ്സ് നോട്ട് വൺ സൈഡഡ്. എപ്പോഴായാലും വാറായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാഷ്വാലിറ്റീസ് ഉണ്ടാവും. പക്ഷെ ആ ഒബ്ജക്റ്റീവ്സ് നേടിയോ ഇല്ല എന്നുള്ളത് അവിടെയാണ്. ഞാൻ കുറച്ചൊന്ന് റിവൈൻഡ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോഴത്തെ ഈ കറണ്ട് ക്രൈസിസിന്റെയും ഏറ്റവും കൂടുതൽ ട്രിഗർ പോയിന്റ് എന്ന് പറയുന്നത് October 7th ഹമാസ് ഇസ്രായേലിന്റെ ഉള്ളിൽ നടത്തിയ ഭീകര ആക്രമണം തന്നെയാണ്. അവിടെ 1300ഓളം സിവിലിയൻസിനെ കാഷ്വാലിറ്റീസ് ചെയ്തു. 4000ന്റെ മുകളിലുള്ള ബാലിസ്റ്റിക് മിസൈൽസ് അല്ലെങ്കിൽ റോക്കറ്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അന്ന് അറ്റാക്ക് ചെയ്തത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. അന്ന് അങ്ങനെ നടന്നു കഴിഞ്ഞിട്ട് ഇസ്രായേൽ തിരിച്ച് ഗാസ എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഒരു കളക്റ്റീവ് പണിഷ്മെന്റ് എന്നുള്ള രീതിയിലേക്ക് തന്നെ തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെ തിരിച്ചടിച്ചു, കൗണ്ടർ സ്ട്രൈക്ക് ചെയ്തു. അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചത്?
ഹമാസ് എന്ന് പറഞ്ഞ ആ നോൺ സ്റ്റേറ്റ് ആക്ടർ അല്ലെങ്കിൽ ഭീകരവാദി സംഘടന, ആ സംഘടന ഇന്ന് ഒരു 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 വിധത്തിൽ ഏകദേശം നോൺ എഫക്റ്റീവ് ആയി ഇരിക്കുന്നു എന്ന് പറയാം. അതായത് ഒക്ടോബർ 7 എന്തൊക്കെ ക്യാപ്പബിലിറ്റി ഉണ്ടായിരുന്നു, ഇന്ന് ഹമാസിന് ആ ക്യാപ്പബിലിറ്റി ഇല്ല. കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കിയോ ഇല്ല, പക്ഷെ ആ ക്യാപ്പബിലിറ്റിയിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള റിഡക്ഷൻ നടന്നിട്ടുണ്ട്. ഹെസ്ബുല്ല നോർത്തിൽ, ആ ഹെസ്ബുല്ലയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ലീഡർഷിപ്പിനെയും അവർ ഇല്ലാതാക്കി. അവർക്കും ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ശേഷി കുറച്ചു. പിന്നുള്ളത് ഹുത്തീസ് ആണ്. ഹുത്തീസിനെ ബൈ എയർ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവർ ഈ മൂന്ന് പേരിലും അവർ മാത്രമാണ് ഇപ്പൊ ഇച്ചിരിയെങ്കിലും ഒരു രീതിയിലുള്ള ഒരു എഫക്റ്റീവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ വാട്ട് ഇസ് ഇസ്രായേൽ എന്താണ് ചെയ്തത്? ഇസ്രായേലിന് തൊട്ട് അതായത് അവരുടെ ബോർഡർ ഏരിയയിൽ അവർക്ക് ഏറ്റവും കൂടുതൽ അവർക്ക് സെക്യൂരിറ്റി ത്രെറ്റ് ഉണ്ടാകുന്ന ആ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിനെ, ഇറാന്റെ പ്രോക്സീസിനെ അവർ എഫക്റ്റീവായിട്ട് ഡീഗ്രേഡ് ചെയ്യാൻ അവർക്ക് സാധിച്ചു. അവരുടെ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് എന്താണ്? ഇറാൻ തന്നെയാണ്. കാരണം എന്താണ്? ഇറാൻ ആണ് ഇതിന്റെ ബാക്കിൽ എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഇറാൻ ഈ ഒരു അവസരത്തിൽ ഏറ്റവും വീക്കസ്റ്റ് ആണെന്നും അവർക്കറിയാം. കാരണം എക്കണോമിക് ആയിട്ട് സാങ്ഷൻസ് കാരണം അവർ വീക്കാണ്. അവരുടെ പ്രോക്സീസ് ഇന്ന് ഇല്ല, കാരണം അവർ ഈ പ്രോക്സീസ് വെച്ചായിരുന്നു അവർ ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. അവരുടെ മറ്റു കാര്യങ്ങളെല്ലാം, അതായത് നേരത്തെ ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞ പോലെ എയർഫോഴ്സ് ഒക്കെ പഴയ കാലത്തെ എയർഫോഴ്സ് ആണ്. അവരുടെ ബാലിസ്റ്റിക് മിസൈൽസ് ഉണ്ട്, 2000-ഓളം ബാലിസ്റ്റിക് മിസൈൽ ഉണ്ട്. ഡ്രോൺ ടെക്നോളജിയാണ്, ഡ്രോൺസ് മാത്രമാണ് അവർക്ക് ഇപ്പോഴും ഒരു മുൻകൈ ഉള്ളത്. അപ്പം ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇസ്രായേലിനെ സംബന്ധിച്ചോളം ഈ ഒരു ഓപ്പർച്യൂണിറ്റി അവർ ഉപയോഗിച്ച് ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ സ്ട്രൈക്കാണ് അവർ ചെയ്തത്. അതായിരുന്നു അവരുടെ പ്രൈം ഒബ്ജക്റ്റീവ്. അതിന്റെ കൂടെ നെതന്യാഹുവിന്റെ ഒരു റെജീം ചേഞ്ച് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നടത്തുന്നെങ്കിലും അതെനിക്ക് തോന്നുന്നില്ല അതൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണോ അല്ലെങ്കിൽ ഇത്ര ഈസി ആയിട്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പ്രൈം ഒബ്ജക്റ്റീവ് രഞ്ജിത്ത്, അവരുടെ ന്യൂക്ലിയർ കാപ്പബിലിറ്റിനെ ഡീഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. അതും ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം രണ്ടാണ്. ഒന്ന്, ആ ന്യൂക്ലിയർ കാപ്പബിലിറ്റിയുടെ പല പവർ പ്ലാന്റ്സ് ആയാലും ശരി, മറ്റ് പ്ലാന്റ്സ് ആയാലും ശരി, അത് ഭൂമിയുടെ താഴെയാണ്, ഭൂമിയുടെ 50-60 മീറ്റർ ഒക്കെ താഴെയാണ്. അങ്ങനെയുള്ള ഒരു ഇൻസ്റ്റലേഷനെ ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ കാപ്പബിലിറ്റി വെച്ച് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് യുഎസിന്റെ ഹെൽപ്പ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. രണ്ടാമത്തെ റീസൺ, അവരുടെ ഈ നോ ഹൗ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ നോ ഹൗ ഓൾറെഡി അവർക്കുണ്ട്, ഇറാന്റെ കയ്യിലുണ്ട്. അപ്പൊ ആ ഇറാന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിനി എത്ര സയന്റിസ്റ്റിനെ ഇല്ലാതാക്കിയാലും ശരി, എത്ര ഇൻസ്റ്റലേഷൻസ് തകർത്താലും ശരി, ഇൻഫ്രാസ്ട്രക്ചർ തകർത്താലും ശരി, അത് വീണ്ടും അവർക്ക് കൊണ്ടുവരാം. പക്ഷെ എന്താ സംഭവിച്ചത്? ഇസ്രായേൽ ഇത് ചെയ്തുകൊണ്ട് ഒരു 5-10 വർഷം മേ ബി അതിനെ പുറകോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചു. അപ്പൊ ഇനി ഇത് കൊണ്ട് നിർത്തുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ ഇസ്രായേൽ പറയുന്നത് അവരിതിനെ കംപ്ലീറ്റ് ആയിട്ട് നിർത്താൻ വരെ ഇത് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നില്ല അത്ര ഈസി ആയിട്ട് നടക്കുമെന്ന്. അതുകൊണ്ട് എന്താ പറ്റുന്നത്? ഇറാന്റെ ഭാഗത്തുനിന്നും കൗണ്ടർ സ്ട്രൈക്സ് വരും. അപ്പൊ ഈ സ്ട്രൈക്സ് ആൻഡ് കൗണ്ടർ സ്ട്രൈക്സ് എന്നുള്ള രീതിയിലേക്ക് ഒരു കോൺഫ്ലിക്ട് ഇവിടെ മാറുകയാണ്. അതിനകത്ത് അറിഞ്ഞോ അറിയാതെയോ യുഎസും മറ്റ് രാജ്യങ്ങളും ഇടപെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനകത്ത് വന്ന് ചേർന്ന് കഴിഞ്ഞാൽ ഇത് വലിയൊരു ക്രൈസിസിലേക്ക് മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട് ആസ് ഓഫ് നൗ. സോ ഇതാണ് നമ്മളത് കാണുന്നുള്ളത്. ഇസ്രായേലിനെ സംബന്ധിച്ചോളം യെസ്, ഡെഫിനറ്റ്ലി അവർ ഈ ഒരു ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കൗണ്ടർ സ്ട്രൈക്കിൽ കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ട്. അത് കറക്റ്റാണ്. പക്ഷേ അതിലും കൂടുതൽ രീതിയിലുള്ള കാഷ്വാലിറ്റീസ് ഇറാന്റെ ഭാഗത്ത് ഇറാന് ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ ഓയിൽ പ്ലാന്റ്സിനെയും മറ്റു കാര്യങ്ങളെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി അവരുടെ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ആ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇറാനും സമ്മതിച്ചിട്ടുണ്ട്. IAEA പോലത്തെ ഏജൻസികളും. തിരിച്ചു വരാം ദയവായി തുടരുക ശ്രീ ഡിന്നി. ശ്രീ ബൈജു തെട്ടാല, ഇവിടെ സമാധാനത്തിന് വേണ്ടി ഏറ്റവും അധികം ലോകരാജ്യങ്ങളിൽ ശ്രമിക്കുന്ന നേതാവ് എന്ന ഖ്യാതി കിട്ടാനായി ട്രംപ് നടത്തുന്ന പല ശ്രമങ്ങളും നമുക്കറിയാം. ഈ ആക്രമണം, ഇറാനെ ആക്രമിച്ചത് ട്രംപിൻ്റെ 60 ദിവസത്തെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു ആണവ കരാറുമായി ബന്ധപ്പെട്ട് സഹകരിക്കണമെന്നുള്ളത്. അത് അവസാനിച്ച് 61-ാം ദിവസം ഇസ്രായേൽ ആക്രമിക്കുകയാണ്. അതിന് പിന്നിൽ ട്രംപിൻ്റെ ആശീർവാദവും ട്രംപിൻ്റെ കൈയുമുണ്ട് പരോക്ഷമായി എന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും ഒടുവിലും വീണ്ടും മുന്നറിയിപ്പുകൾ നൽകുന്ന പശ്ചാത്തലമുണ്ട്. ഇനി അമേരിക്ക ഇതിൽ നേരിട്ടിടപെടുമോ എന്നാണ് അറിയേണ്ടത്. ഇറാനെ ഇത്തരത്തിൽ ഇസ്രായേലിനെ തുടർച്ചയായി ആക്രമിക്കുകയും കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്താൽ, കാര്യങ്ങൾ കൈവിട്ടു പോയാൽ അങ്ങനെയൊരു സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? സയ്യിദ്, ഞാൻ അല്പം പുറയുന്നു തുടങ്ങാം. അതായത് 2015 ഒബാമ അഡ്മിനിസ്ട്രേഷനിൽ ഈ ഇറാനുമായി ഒരു ഡീലിലെത്തുകയും അവരുടെ ന്യൂക്ലിയർ ഡ്രീം അവർ ഡ്രോപ്പ് ചെയ്തേക്കാം, ഞങ്ങളുടെ സാങ്ഷൻസ് എല്ലാം ഒഴിവാക്കുക എന്ന് പറഞ്ഞ ആ അതിലെത്തുകയും അത് ഏതാണ്ട് അടുത്ത് വരുന്ന സമയത്താണ് ട്രംപ് അധികാരത്തിൽ വരുന്നത്. അധികാരത്തിൽ വന്ന ഉടനെ ട്രംപ് ആ ഡീലിൽ നിന്നും വിഡ്രോ ചെയ്തു. അതിനുശേഷം പിന്നീട് ബൈഡൻ വരുന്നു. ബൈഡൻ വീണ്ടും ആ ട്രീറ്റിയുമായി മുമ്പോട്ട് വരുന്നു. അത് എനിക്ക് തോന്നുന്നത് ജെയിംസ് ക്ലവർലി എന്ന് പറയുന്ന ബ്രിട്ടനിലെ ഫോറിൻ മിനിസ്റ്ററെ കാണാനായിട്ട് ഇറാന്റെ ഒഫീഷ്യൽസ് വരുമ്പോൾ
അവർ പറയുന്നത് നമുക്ക് ഈ ആ ഡീലിൽ നമുക്ക് ചർച്ചകൾ നടത്താം, ആ ഡീലുമായി മുമ്പോട്ട് പോകാം. അപ്പോൾ ഇപ്പോൾ ട്രംപ് ആവശ്യപ്പെടുന്നത്, അന്ന് ട്രംപ് പറ്റില്ല എന്ന് പറഞ്ഞ ആ ഡീൽ ഡ്രോപ്പ് ചെയ്ത ആ ഡ്രീം, അതായത് ഒബാമ നെഗോഷിയേറ്റ് ചെയ്ത് ട്രംപ് ഡ്രോപ്പ് ചെയ്ത് പിന്നീട് ബൈഡൻ വീണ്ടും അവരുമായി നെഗോഷിയേറ്റ് ചെയ്ത് വീണ്ടും സെറ്റിൽമെന്റിലെത്തിയ, ബ്രിട്ടൻ അടക്കം സെറ്റിൽമെന്റിലെത്തിയ ആ ട്രീറ്റിയിലേക്ക് പോകാം എന്നായിരുന്നു, ആ ഡീലിലെത്താം എന്നുള്ളതായിരുന്നു ഇവരുടെ പ്രപ്പോസൽ. അപ്പോ ആ ഏതാണ്ട് അതേ സിമിലറായ പ്രപ്പോസൽസ് ആണ് ഇപ്പൊ ഈ വെക്കുന്നത്. അത് ഇവരോട് അക്സെപ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. ഈ നമ്മുടെ ഈ IAEA ഇവിടെ അതിന്റെ ഇവരുമായിട്ടുള്ള മീറ്റിംഗ്, അതിൽ IAEA അവര് ഇറാൻ ഈ ന്യൂക്ലിയർ ഇതിൽ റെഗുലേഷൻ വയലേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ആ ബോർഡിൽ 35 പേരാണ് ഉണ്ടായിരുന്നത്. ഈ 35 പേരിൽ 11 പേര് വോട്ട് ചെയ്തില്ല. റഷ്യ, ചൈന വരെ 1-2 രാജ്യങ്ങൾ ഇതിനെ എതിർത്ത് വോട്ട് ചെയ്തു. അതിരിക്കെ ഇന്ന് സൺഡേയിൽ ഒമാനിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ഏതാണ്ട് സെറ്റിലായി നിൽക്കുകയാണ്. ആ സമയത്താണ് ഇവരെ കയറി അറ്റാക്ക് ചെയ്യുന്നത്. ഇത് ഇപ്പോ കേണൽ ഡില്ലി പറഞ്ഞ പോലെ ഇത് ആദ്യം ഈ നമ്മുടെ ഹിസ്ബുള തീർത്തു, അതിനുശേഷം ഹമാസ്, അതിനുശേഷം ഒക്ടോബർ 7. ഈ ഒക്ടോബർ 7 അല്ല അതായത് ഈ മിഡിൽ ഈസ്റ്റ് ക്രൈസിസിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വേറെയാണ്. അപ്പം അതായത് ഹമാസിനെ തീർക്കുന്നു, ഹിസ്ബുളെ ഒതുക്കുന്നു, അതിനുശേഷം സിറിയയിലേക്ക് കടക്കുന്നു, സിറിയയിൽ ഏതാണ്ട് തീരുമാനമാകുന്നു. അതിനുശേഷം അതേ സ്റ്റാൻഡ് പോയിന്റിൽ തന്നെ ഏതാണ്ട് ഈ സൺഡേയിൽ നടക്കാൻ പോയിരുന്ന കരാറിൽ ഇവർ അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. ആ മീറ്റിങ്ങിന് മുമ്പേ കയറി അറ്റാക്ക് ചെയ്തത് എന്ത് ബേസിസിലാണ് എന്നുള്ളത് സ്വാഭാവികമായും ചിന്തിക്കേണ്ട കാര്യമാണ്. പിന്നെ ഇതിൽ ട്രംപ് അറിയാതെ ഇങ്ങനെ ഒരു അറ്റാക്ക് നടക്കുമോ എന്നുള്ള ലോകത്തിൽ ഒരു മീഡിയയും, ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മീഡിയയും ട്രംപിന്റെ അനുവാദമില്ലാതെ ഇത് നടക്കുമെന്ന് വിശ്വസിക്കുന്നില്ല. അപ്പൊ സ്വാഭാവികമായും ഇതിലെടുത്ത സമയം ഒന്നെങ്കിൽ ഈ ട്രീറ്റ്, ഈ പ്രപ്പോസൽ, ഈ ഡീൽ എഗ്രി ചെയ്യുന്നത് കൊളാപ്സ് ചെയ്യുക. 2, ഇതിൽ ഇപ്പോ ഈ ഏജൻസി പറയുന്നു ഇറാൻ ഹാസ് ബ്രീച്ച്ഡ് ദി ട്രീറ്റി, ഇത് അവരുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അവരുടെ ആ ന്യൂക്ലിയർ പോളിഫറേഷൻ ട്രീറ്റി അത് ഫോളോ ചെയ്യുന്നില്ല എന്ന് പറയുന്നു. അവിടെ വരികയും അതിനുശേഷം ഇത് അടുത്ത നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞ UN ഇത് പോവാന്നുള്ളതാണ്. അതുപോലെ നിൽക്കെ ഇപ്പൊ കയറി അറ്റാക്ക് ചെയ്യുന്നത് ഓൺ വാട്ട് ബേസ്? അതായത് ഇവർക്ക് മൊസാദിന്റെ ഇൻഫർമേഷൻ കൃത്യമായും കാണും. മൊസാദ് വഴി കിട്ടുന്ന ഇൻഫർമേഷൻ ബേസ് ചെയ്തുകൊണ്ട് ആ ഒരു ഒറ്റ ഇൻഫർമേഷനിൽ മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഈ ലോകരാജ്യത്ത് എങ്ങനെ ജീവിക്കാൻ പറ്റും? അതായത് കൃത്യമായി മൊസാദിന് ആളുകൾ ഉണ്ടാവാതെ. ഇതിലൊരു മറ്റൊരു സ്റ്റാൻഡ് പോയിന്റ്, ഈ മൊസാദിന്റെ ചരിത്രം പഠിക്കാൻ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഇറാഖിലും ഇന്റേണലായി ഉള്ള കോൺഫ്ലിക്റ്റുകൾ മാക്സിമം ഉണ്ടാക്കാനായി മൊസാദിന്റെ ഏജന്റുകൾ പോയി അവിടെ ഇന്റേണൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കുകയും അതുവഴി അവിടുത്തെ സാമ്പത്തികവും എല്ലാ രീതിയിലുള്ള അൺസർട്ടനിറ്റി ഉണ്ടാക്കുന്ന ഒരു നമുക്കത് വായിച്ച കൃത്യമായി കാണാം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് വരികയാണ്. നെക്സ്റ്റ് സ്റ്റേജിൽ വന്നിട്ട് ഒരുപക്ഷെ ആ മൊസാദിന്റെ എഫക്റ്റുകൾ ഇത്ര എഫക്റ്റീവായി നടക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാവാൻ പോയിന്റ് ബ്ലാങ്കിൽ അടുത്തൊരു അറ്റാക്കിലേക്ക് ഇറങ്ങുന്നത്. ഇതിൽ കൃത്യമായും ഏതാണ്ട് എല്ലാ ലോകരാജ്യങ്ങളും ഇസ്രായേലിന്റെ പെർഹാപ്സ് ട്രംപ് ഒഴിച്ച് എല്ലാവരും ഇതിനെ എത്ര കണ്ട് വെൽക്കം ചെയ്തു, അത് ശരിയായി എന്ന് പറഞ്ഞു എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. അപ്പൊ ഇതിനെടുത്ത സമയം, അതായത് ഈ നെതന്യാഹു കൃത്യമായി ഇവിടെ റെജിം ചേഞ്ച് ചെയ്യാൻ നെതന്യാഹു തന്നെ തീരുമാനിക്കുകയാണ്. ഇതിൽ കൃത്യമായ ട്രംപ് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ഇതിൽ അങ്ങനെ ട്രംപും നെതന്യാഹുവും മാത്രം തീരുമാനിക്കുമ്പോൾ കൃത്യമായി ഒരു രാജ്യത്തെ ഇല്ലാതാക്കി കളയാൻ പറ്റുമോ? അപ്പൊ അതിന് കൃത്യമായ ഇറാഖിൽ ഇവിടുത്തെ ടോണി ബ്ലെയറിന് സംഭവിച്ചെന്താണ്? അതായത് കൃത്യമായ ഡ്യൂ പ്രോസസ് ഫോളോ ചെയ്ത് മാത്രമേ അവർക്ക് അങ്ങനത്തെ ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ ഈ സൺഡേയിൽ ഇവരുടെ മീറ്റിംഗ്, ഒമാനിൽ നടക്കുന്ന മീറ്റിംഗിൽ ഇവർ പങ്കെടുക്കുകയാണ്. അതിനു മുമ്പേ
ഒരു അൾട്ടിമേറ്റം, അത് ട്രംപ് കൊടുത്ത അൾട്ടിമേറ്റമാണ്. അല്ലാതെ ഒരു UN ഏജൻസിയോ അല്ലെങ്കിൽ മറ്റു യാതൊരു അതൊരു പർട്ടിക്കുലർ ബോഡിയോ ഏജൻസിയോ അല്ല കൊടുത്തിരിക്കുന്നത്. തിരിച്ചു വരാം ശ്രീ കേണൽ ഡിന്നിക്ക് മറ്റു ചർച്ചയിലേക്ക് പോകേണ്ട. അതിനു മുമ്പ് ശ്രീ വേണുഗോപാലിന് മുമ്പ് ഡിന്നിലേക്ക് ഒരിക്കൽ കൂടി അല്പസമയം കൂടി ശ്രീ ഡിന്നി, ശ്രീ ബൈജു തുറ്റാല പറഞ്ഞതുപോലെ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരം വളരെ പ്രധാനമാണ്. അവിടെ അവർക്കറിയാം, നമ്മൾ 4 പാട് നിന്നും ഒറ്റപ്പെട്ട ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. ഒരുപാട് സാങ്ഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രകൃതി വിഭവങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും കൃത്യമായി പ്പെടാൻ പറ്റാത്തൊരു രാജ്യമാണ്. അവിടെ അവർക്കുള്ള ചില പ്രശ്നങ്ങളിൽ അവർ പരിഹാരം കണ്ടെത്തുന്നത്, ഒരുപക്ഷെ അവരുടെ പ്രതിരോധം കണ്ടെത്തുന്നതൊക്കെ ഇത്തരം ആണവായുധ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളിലൂടെയൊക്കെ ആയിരിക്കാം. അവർക്കുള്ള പ്രതിരോധമായി അതിനെ കാണുകയും ചെയ്യാം. പക്ഷെ അതിനെ ചില രാജ്യങ്ങൾ അംഗീകരിക്കില്ല എന്ന് വന്നാൽ അത് എന്ത് ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ശ്രീ രഞ്ജിത്ത്, പക്ഷെ അതിന്റെ ഒരു മറുവശം കൂടി നമ്മൾ പറയണം. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചോളം അവരുടെ ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെറ്റ് അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിന്റെ പോരാട്ടം എന്ന് വേണമെങ്കിൽ നമുക്കത് പറയാം. കാരണം എന്താന്ന് വെച്ചാൽ ഇറാന്റെ മുദ്രാവാക്യം ഡെത്ത് ടു ഇസ്രായേൽ എന്നാണ്. അതായത് അവർ 79 കഴിഞ്ഞിട്ടുള്ള അവിടെ റെവല്യൂഷൻ വന്ന് എന്ന് പറയുമ്പോൾ ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറയുന്നത് ഇറാനാണ്. ഡെത്ത് ടു ഇറാൻ എന്ന് ഒരിക്കലും ഇസ്രായേൽ പറഞ്ഞിട്ടായിട്ട് എന്റെ അറിവിലില്ല. ഈ പാനലിസ്റ്റ് ഉള്ള വേറെ ആരെങ്കിലും അത് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എന്നെ തിരുത്താം. പക്ഷെ ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു രാജ്യമാണ് ഇറാൻ. ഈ ന്യൂക്ലിയർ ബോംബ് അല്ലെങ്കിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഇസ്രായേലിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് തന്നെ ആയിരിക്കും എന്ന് ഇസ്രായേലിനും അറിയാം. കാരണം ഇപ്പൊ നോക്കൂ, നമ്മളിപ്പോ ഈ ബാലിസ്റ്റിക് മിസൈലിലെ ശ്രീ രഞ്ജിത്തും ആദ്യം പറഞ്ഞ പോലെ ഇപ്പൊ അയൺ ഡോം ആയാലും ശരി, ഏതൊക്കെ ഡിഫൻസ് മെക്കാനിസം ഉണ്ടെങ്കിലും അതിന് ഒരു 100 എണ്ണത്തിന് നമുക്ക് തടുക്കാൻ പറ്റും. പക്ഷെ ഒരു 200 300 അയച്ചു കഴിഞ്ഞാൽ അതിന് 1-2 എണ്ണം ഈസി ആയിട്ട് അത് എസ്കേപ്പ് ചെയ്ത് പോകും, അതിന്റെ ഉള്ളിലേക്ക് പോകും. അതിന്റെ തന്നെ നാശനഷ്ടമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിൽ ഏകദേശം 13ഓളം കാഷ്വാലിറ്റീസ് ഉണ്ടായി. ഒന്ന് ആലോചിച്ച് നോക്കും, അതിനകത്ത് ഇവർ കൺവെൻഷണൽ മെത്തേഡ് ഈ മിസൈൽസ് ഉപയോഗിച്ച് അതിനകത്ത് ഒരു 1 ടൺ വരുന്ന ഒരു ന്യൂക്ലിയർ ബോംബും കൂടെ വെച്ചിട്ടാണ് ഇസ്രായേലിനെ അഗെയിൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇസ്രായേൽ ഇല്ലാതാവും. അപ്പം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ആലോചിക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചോളം അവർക്ക് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇറാന്റെ കയ്യിൽ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാവരുത് എന്നുള്ളത്. അതുകൊണ്ടാണ് അവർ ഈ ഒരു ആക്ഷൻ എടുക്കുന്നത് എന്നുള്ളതാണ് അവരുടെ ജസ്റ്റിഫിക്കേഷൻ. അപ്പം ആ വശവും കൂടെ നമ്മൾ കാണണം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇറാന്റെ സോവറിനിറ്റിയെ ബാധിച്ചുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഇസ്രായേൽ ഒരു അറ്റാക്ക് നടത്തി. പക്ഷെ ഞാൻ പറയുന്നത് അത് തന്നെയാണ്. October 7th ഇതേപോലെ തന്നെയാണ് സിവിലിയൻസിനെ 1300ഓളം പേരെ ഇസ്രായേലിന്റെ ഉള്ളിൽ ഇറാന്റെ പ്രോക്സീസ് ആയിട്ടുള്ള ഹമാസും ഹെസ്ബുള്ളയും കൂടെ ചേർന്നിട്ടല്ലേ അത് അറ്റാക്ക് ചെയ്തത്. അപ്പൊ അവരുടെയും ഹ്യൂമൻ റൈറ്റ്സും അവരുടെ റൈറ്റ്സും നമ്മൾ പറയണം. അപ്പം എനിക്ക് ഡെഫിനറ്റ്ലി ഇതിന് പിന്നിലൊരു വലിയൊരു ഹിസ്റ്ററി ഉണ്ട്. പക്ഷെ October 7 ഞാൻ പറയുന്നതിന്റെ കാരണം അതായിരുന്നു ഒരു മേജർ ട്രിഗർ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ബാക്കിയുള്ള ഹിസ്റ്റോറിക്കൽ റീസൺസ് ഒക്കെ നമുക്ക് പോവാം. ഐ മീൻ, ആരാണ് ആദ്യം വന്നത്, ആരുടെയാണ്, ഏതൊക്കെ UN റെസൊല്യൂഷൻസ് ഉണ്ട്, അതൊക്കെ കറക്റ്റ് ആണ്. അതൊക്കെ അതിൻ്റെ ആയിട്ടുള്ള ഒരു അത് താഴോട്ട് ഹിസ്റ്ററിയിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിൽക്കും എന്നുള്ള ഒരു ചോദ്യങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ അക്കാഡമിക് ഡിബേറ്റ്സിലൊക്കെ കാണാറുണ്ട്. പക്ഷെ ഇപ്പൊ കറന്റ് ആയിട്ടുള്ള ഈ ക്രൈസിസിന്റെ ഏറ്റവും വലിയൊരു ഫാക്ടർ ഈ October 7 ഹമാസിന്റെ ബേസിൽ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തപ്പം അവരുടെ സെക്യൂരിറ്റിയെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്ന രീതിയിലേക്ക് മാറി. അത്രയും വലിയൊരു അറ്റാക്ക് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരിക്കലും അവരുടെ വലിയൊരു ലാബ്സ് ആണ്, സെക്യൂരിറ്റി ലാബ്സ് ആണ്, ഇന്റലിജൻസ് ലാബ്സ് ആണ്. അങ്ങനെ ഇനി ഒരിക്കൽ കൂടി വരരുത് എന്നുള്ള ഒരു ചിന്തയാണ് ഇസ്രായേലിനെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത്. അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും ഞാൻ ജഡ്ജ്മെന്റ് ഇരിക്കുന്നില്ല. ബിക്കോസ് അത് എന്റെ രാജ്യമല്ല അത് ഫൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കൊരു പക്ഷവും ഇല്ല. പക്ഷെ ഇതാണ് ഇസ്രായേലിന്റെ ലോജിക്. അതായത് അവർക്ക് ഇറാൻ ഒരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇസ്രായേലിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് തന്നെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇസ്രായേലിന് അവിടെ നിൽക്കാൻ പറ്റത്തില്ല, അവരെ വൈപ്പ് ഔട്ട് ആവും എന്നുള്ള ഒരു ത്രെറ്റ് ഉണ്ട്. ആ ത്രെറ്റിനെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. മുൻകാലങ്ങളിൽ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, അവർ ഒരു കമ്പ്യൂട്ടർ വൈറസ്, ടക്സ്നെസ് എന്ന് പറയുന്ന ഒരു വൈറസ് ഉപയോഗിച്ച് അവർ ചെയ്ത്, അത് ഇറാൻ അറിഞ്ഞു തന്നെ 2 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ ആ ന്യൂക്ലിയർ പ്രോഗ്രാം ബാക്കിലോട്ട് പോയി. ഇവിടെയും ന്യൂക്ലിയർ ഈ ഒരു കാര്യം അതിനകത്ത് നമുക്ക് ആർക്കും പല ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്ന് അവർ ഈ ഒരു ന്യൂക്ലിയർ വെപ്പൺ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടായിരുന്നു. കാരണം എത്ര ഡീൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അവർക്ക് ഈ ഒരു നോക്കൂ, ഇപ്പൊ ന്യൂക്ലിയർ ബോംബ് ഒരു ഇറാനെ ഇസ്രായേലിന് ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടായ ഒരു ഇറാനെ ഇസ്രായേലിന് ഇതുപോലെ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അതിന്റെ വാസ്തവം. ഇപ്പം റഷ്യ എന്തുകൊണ്ടാണ് യുക്രൈനെ ഇതുപോലെ അറ്റാക്ക് ചെയ്യുന്നത്? കാരണം യുക്രൈന്റെ ഭാഗത്ത് ഒരു ന്യൂക്ലിയർ ബോംബില്ല. എന്നിട്ട് പോലും യുക്രൈൻ എന്തൊക്കെ കാര്യങ്ങൾ തിരിച്ചു ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊരു ജിയോ പൊളിറ്റിക്കൽ ആയിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഇസ്രായേലിന്റെ വൾണറബിലിറ്റീസിന്
ഇസ്രായേലിന്റെ കൺസേൺസും കാണണം. അതേപോലെ തന്നെ ഇറാന്റെ ഭാഗത്തും അവർക്ക് ശരിയാണ്, അവരൊരു ഒറ്റപ്പെട്ടായിട്ടുള്ള രീതിയിലാണ് ധാരാളം സാങ്ഷൻസ്, അതിനകത്ത് അമേരിക്കയുടെ വലിയ റോൾ ഉണ്ട്. അവിടുത്തെ ആദ്യം അവരുടെ 79 റെവല്യൂഷൻ എങ്ങനെയാണ് വന്നതെന്നൊക്കെ നമുക്കറിയാം. അത് കഴിഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. അപ്പം പല ആളുകളും അവിടെ വലിയ വലിയ ഗെയിംസ് കളിക്കുന്നുണ്ട്. അതിന്റെയൊക്കെ ഇരയാവുന്നത് സാധാരണക്കാരാണ് എന്നുള്ള പോയിന്റിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് യോജിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പറയുമ്പം രണ്ട് വശവും കൂടെ പറയണമെന്ന് മാത്രമാണ് എന്റെ ലിമിറ്റഡ് പോയിന്റ്. ശ്രീ MS വേണുഗോപാൽ, ഇവിടെ നമുക്കറിയാം പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ ഒരു വലിയ രാജ്യം, ഇസ്രായേലിനേക്കാളും എത്രയോ ഇരട്ടി വലിപ്പമുള്ള രാജ്യവും ജനസംഖ്യയും ഒക്കെ അവിടെയുണ്ട്. പക്ഷേ ഇസ്രായേൽ പൂർണ്ണമായും അമേരിക്കൻ സഹായം കൊണ്ട് നിലനിൽക്കുന്ന ആയുധങ്ങളായാലും മറ്റു കാര്യങ്ങളുമൊക്കെ ആയാലും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന രാജ്യമാണ്. അവർക്ക് ഇറാനെ ആക്രമിക്കാൻ സാധിക്കുന്നു. അതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. യുദ്ധം ഇങ്ങനെ നീണ്ടുപോയാൽ ഇപ്പോൾ അറബ് രാജ്യങ്ങൾക്ക് പോലും ഒരുപക്ഷെ ഇറാൻ സ്വീകാര്യമല്ല എന്ന് നമുക്കറിയാം. അറബ് രാജ്യങ്ങളുമായി നല്ല ബന്ധമുള്ള ഒരു രാജ്യവുമല്ല. അങ്ങനെ എല്ലാ തരത്തിലും തങ്ങളുടെ നിലനിൽപ്പിന് പലതരത്തിലുള്ള വെല്ലുവിളി ഉണ്ടാകുന്ന ഒരു രാജ്യമാണ്. ഒരുപാട് അജഗജാന്തര വ്യത്യാസമുണ്ട് ഈ രാജ്യങ്ങൾ തമ്മിൽ. ഇവിടെ യുദ്ധം നീണ്ടുപോയാൽ ആർക്കാണ് പ്രയോജനം ഉണ്ടാകുക എന്നൊരു ചോദ്യം കൂടിയുണ്ടല്ലോ. ഏറ്റവും ഒടുവിൽ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടത്, ഈ ചില മാധ്യമങ്ങൾ, വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്, ഇസ്രായേൽ സമാധാനത്തിന് തയ്യാറായാൽ തങ്ങളും തയ്യാറാകാമെന്ന ഇറാൻ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയൊക്കെയാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊരു ശ്രമങ്ങളും നടക്കുന്നുമില്ല. അതെ, ഇതിനകത്ത് ഏറ്റവും പ്രധാനമായ കാര്യം ഈ രാഷ്ട്രങ്ങൾ തമ്മിൽ ഉള്ള കോൺഫ്ലിക്റ്റിൻ്റെ അടിസ്ഥാന കാരണം ഇസ്രായേലിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിധത്തിൽ ഇറാൻ ആദ്യം മുതലേ ശ്രമം തുടങ്ങിയിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രോക്സി വാറിൻ്റെ മുഴുവൻ കാരണക്കാരൻ ഇറാനാണെന്നാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഓരോരുത്തരെയായി, ഹമാസിനെ ആവട്ടെ, ഹൂത്തികളെ ആവട്ടെ, സിറിയ, ഇങ്ങനെ ഓരോരോ, ലിബിയ, ഇങ്ങനെ ഓരോ പ്രദേശങ്ങളെ കയ്യിലൊതുക്കിയതിന് ശേഷം പിന്നീട് ഇറാനിലേക്ക് വന്ന് നമ്മളുടെ സോഴ്സിൽ അടികൊടുക്കണം എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നത്. അതനുസരിച്ച് തന്നെയാണ് അവരിപ്പോൾ നീങ്ങിയിരിക്കുന്നത്. ഇത് അവരുടെ പ്ലാനിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അത് നടത്തിക്കൊണ്ട് പോകുന്നത് അവരുടെ ഒരു ധർമ്മമാണെന്ന് അവർ വിശ്വസിക്കുന്നു. കാരണം അവർ നമ്മുടെ കേരളത്തിൻ്റെ 1/3 പോലും ജനസംഖ്യയില്ലാത്ത ഒരു രാജ്യമാണ്. 1 കോടിക്ക് താഴെ ജനസംഖ്യയുള്ള ഒരു പ്രദേശം. അതുപോലെ തന്നെ നമ്മുടെ ഒരു ജില്ലയുടെ വലിപ്പമുള്ള ഒരു ചെറിയ രാജ്യം. ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ചുറ്റും ഉള്ള രാഷ്ട്രങ്ങൾ, അതുപോലെ തന്നെ ഇറാനെ പോലൊരു വലിയ രാഷ്ട്രം ഒക്കെ വരികയും അവർക്ക് അറ്റോമിക് പവർ കിട്ടുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ തങ്ങളുടെ കാര്യം പിന്നെ ബാക്കിയുണ്ടാവില്ല. ഞങ്ങളുടെ രാഷ്ട്രം, ജൂതന്മാരെന്നുള്ള ഒരു ജനത ബാക്കിയുണ്ടാവില്ല എന്നുള്ള അവരുടെ ഉൾഭയത്തിൽ നിന്നാണ് ഇപ്പോഴത്തെ ഈ ആക്രമണത്തിൻ്റെ തുടക്കം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇസ്രായേലിന് പൂർണ്ണ ബോധ്യമുണ്ട് ഇറാന് ഇങ്ങനെ അധിക നാൾ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത്. ഇസ്രായേൽ ആദ്യം കണക്ക് കൂട്ടിയത് ഈ മിസൈലുകൾ അവർക്കുണ്ടെന്നും, ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടെന്നും, അതിൻ്റെ അറ്റാക്ക് വരുമെന്നും അവർ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത് ഇത്ര കടുത്തതായിരിക്കുമെന്നും അവർ പ്രതീക്ഷിച്ചില്ല. അതുപോലെ തന്നെ അവരുടെ ആദ്യത്തെ അറ്റംപ്റ്റിൽ ഈ മിസൈൽ ബാറ്ററീസിനെ തകർക്കാനുള്ള ഒരു ശ്രമം കൂടെ നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പക്ഷേ അവർക്ക് പൂർണ്ണമായും വിജയിക്കാൻ കഴിഞ്ഞില്ല. അതും കൂടെ അവർക്കൊരു പിന്നീടൊരു തിരിച്ചടിയായി വന്നിട്ടുണ്ട്. അതിനേക്കാൾ ഈ മൊസാദ് എങ്ങനെയാണോ ഇറാനിൽ വിവരങ്ങൾ ഇസ്രായേലിന് കൊടുത്തത്, അതുപോലെ തന്നെ ഹമാസ് ഇപ്പോൾ ഏതാണ്ട് അതുപോലത്തെ വിവരങ്ങൾ ഇറാന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രിസൈസ് അറ്റാക്ക് എന്ന് നമ്മൾ പറയുന്ന രീതിയിൽ ഇപ്പോൾ അറ്റാക്ക് ചെയ്യാൻ. മുമ്പത്തെ അറ്റാക്കുകളൊന്നും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് അയൺ ഡോമിനെ പോലും തകർക്കാൻ കഴിഞ്ഞില്ല. മുമ്പ് 24 നടത്തിയ അറ്റാക്കുകളിലൊന്നും അയൺ ഡോമിനെ പോലും തകർക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ അവർ നടത്തുന്ന എല്ലാ അറ്റാക്കുകളും, അത് ഹൈഫയിലാവട്ടെ അല്ലെങ്കിൽ കിരിയയിലാവട്ടെ, ഇത്തരം അറ്റാക്കുകളെല്ലാം അവർ വളരെ കണക്കുകൂട്ടിയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ജനവാസ കേന്ദ്രങ്ങളിൽ എന്ന് പറഞ്ഞ് നടത്തുന്ന ആക്രമണങ്ങളിൽ പോലും അവിടെയൊക്കെ മൊസാദിൻ്റെയും മറ്റും കേന്ദ്രങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഹൈഫ എന്ന് പറയുന്നത് അവരുടെ വെറും ഒരു പോർട്ട് ടൗൺ മാത്രമല്ല, കൊമേഴ്ഷ്യൽ സെൻറ്റർ മാത്രമല്ല, അവിടെ അവരുടെ നേവൽ ബേസ് കൂടെയുണ്ട്. നേവിയുടെ ചില വളരെ സുരക്ഷിതമായ ചില സങ്കേതങ്ങളുണ്ട്. അതിലൊക്കെ കൂടെ ചേർന്ന് അറ്റാക്കാണ് നടത്തിയിരിക്കുന്നത്. ഈ അറ്റാക്ക് എല്ലാം പരിശോധിക്കുമ്പോൾ ഇറാനും കുറച്ച് കണക്കുകൂട്ടൽ നടത്തിക്കൊണ്ടാണ് ഈ രണ്ടാമത്തെ ഇപ്പോഴത്തെ അടിക്ക് തയ്യാറായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. പക്ഷേ ഒരു കാര്യം ബാക്കി നിൽക്കുന്നു, ഈ രീതിയിൽ എത്ര നാൾ ഇറാന് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതൊരു പ്രശ്നമാണ്. കാരണം അവരുടെ ഈ ബാലിസ്റ്റിക് മിസൈലുകൾ ഒഴിച്ച് മറ്റെല്ലാം കാലഹരണപ്പെട്ടവയാണ്. അവർ 1980 8 വർഷം 88 വരെ സർവ്വ സൈന്യാധിപനായി നിന്ന സദാം ഹുസൈനെയും രാഷ്ട്രത്തെയും എതിർത്തു എന്നുള്ളത് സത്യമാണെങ്കിലും
അന്നത്തെ ആയുധങ്ങളോ അല്ലെങ്കിൽ അന്നത്തെ രീതിയോ വെച്ചിട്ട് ഇന്നവർക്ക് ഇസ്രായേലിനെ അങ്ങനെ ആക്രമിച്ച് നിർത്താൻ സാധിക്കില്ല. അതുമാത്രമല്ല US ഇപ്പോൾ ഞങ്ങൾ യാതൊരു സപ്പോർട്ടും നൽകില്ല എന്ന് പറയുന്നെങ്കിലും ഒരു ഘട്ടത്തിൽ ഇപ്പോൾ തന്നെ പരോക്ഷമായ പിന്തുണകളെല്ലാം കൊടുക്കുന്നുണ്ട്, ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട്, ഇൻ്റലിജൻസ് സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്, അവരുടെ സുരക്ഷിതയ്ക്കായിട്ടുള്ള കാര്യങ്ങളും US നോക്കുന്നുണ്ട്. ഞാൻ മുൻ NSA ചീഫ് ജോൺ ബോൾട്ടിൻ്റെ ഒരു സ്പീച്ച് കേൾക്കുകയുണ്ട്. അദ്ദേഹം അതിനകത്ത് വ്യക്തമായി പറയുന്നത് അമേരിക്ക ഇപ്പോൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കേണ്ടത് ധാർമ്മികമായ ആവശ്യമാണ്, നമ്മളുടെ അടിസ്ഥാന ആവശ്യവും കൂടെയാണ്, US-ൻ്റെ അടിസ്ഥാന ആവശ്യവും കൂടെയാണ്. അത് ട്രംപ് ഇങ്ങനെ കളിക്കുന്നത് ശരിയല്ല എന്നാണ് ജോൺ ബോൾട്ട് പറഞ്ഞത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അമേരിക്ക ഇപ്പോൾ ഇസ്രായേലിനെ സഹായിച്ചുകൊണ്ട് മുന്നോട്ട് വരണം എന്നാണ് പറഞ്ഞത്. പക്ഷേ അമേരിക്കയുടെ ഇപ്പോഴത്തെ പരിസ്ഥിതി അങ്ങനെയല്ല. അമേരിക്കയ്ക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ആഭ്യന്തര കലാപം വളരെ ശക്തമായിട്ട് അവിടെ നിൽക്കുന്നു. ട്രംപിന് തന്നെ വളരെയധികം ഇഷ്യൂസ് അവിടെ നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ പിന്തിരിഞ്ഞ് നിൽക്കുന്നത്. അതുകൊണ്ട് നെതന്യാഹു പറഞ്ഞു, നിങ്ങൾ പുറകിൽ നിന്ന് സപ്പോർട്ട് തരുന്നത് പോരാ, നിങ്ങൾ കയറി വന്ന് ഞങ്ങളോടൊപ്പം ചേരൂ എന്ന് ഇന്ന് പ്രസ്താവന നടത്താൻ തക്ക കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇറാനും കുറച്ച് ഭയന്നാണ് നിൽക്കുന്നത്. കാരണം ഇറാനോട് വളരെ വ്യക്തമായിട്ട് നെതന്യാഹു പറഞ്ഞു, നിങ്ങളുടെ പരമോന്നത നേതാവ് അയത്തുള്ള ഖൊമൈനി ഞങ്ങളുടെ ടാർഗറ്റിനകത്ത് നിൽക്കുകയാണ്, ഞങ്ങളുടെ സംശയിക്കും വേണം. കാരണം ഇറാനകത്ത് ഒരു വർഷമായി നടത്തിയ ഓപ്പറേഷനാണ്. എവിടെ എപ്പോൾ വേണം അടിക്കാവുന്ന സംവിധാനം, എപ്പോൾ വേണം അവർക്ക് അടിക്കാം. അടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ ഒരു പക്ഷേ റെജീം മാറ്റം നടക്കുകയില്ല എന്ന് പറയുന്നതിനോട് പോലും എനിക്ക് സംശയമുണ്ട്. അതുപോലും സാധിക്കുന്ന വിധത്തിലാണോ ഈ ഓപ്പറേഷൻ പോയിരിക്കുന്നത് എന്നറിയില്ല. അമേരിക്കയ്ക്ക് മറ്റൊരു കണ്ണുകൊണ്ട് ഇത്ര വിശാലമായ എണ്ണപ്പാടങ്ങളുള്ള വലിയ ഒരു രാഷ്ട്രം, ആ രാഷ്ട്രത്തിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ സപ്പോർട്ട് പോലും കിട്ടിയാലും അത് വളരെ വലിയ കാര്യമായിരിക്കും. അതിനേക്കാൾ ഉപരിയായിട്ടൊരു പാവ സർക്കാരിനെ കിട്ടിയാൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ചിലപ്പോൾ രണ്ട് രാജ്യങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കാൻ കഴിയും. കാരണം അവിടുത്തെ ധാതുക്കളോ അല്ലെങ്കിൽ അവിടുത്തെ എണ്ണപ്പാടങ്ങളോ ഒന്നും പൂർണ്ണമായിട്ട് എക്സ്പോസ് ചെയ്തിട്ടില്ല. ഇറാൻ അതിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പം അത് USA കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ രണ്ട് രാജ്യങ്ങൾക്കും ഗുണകരമായിട്ട് വരുന്ന വിധത്തിലും ചെയ്യാൻ കഴിയും എന്നൊക്കെ ട്രംപ് അവിടെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തു കൊണ്ടുപോകാൻ നോക്കിയിട്ട് നടക്കാത്തത് കൊണ്ടാണ് ഈ ഒരു കടുത്ത നടപടി എന്നുള്ളതാണ് പൊതുവെ സംസാരമായിട്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, നമുക്കറിയാം യുദ്ധങ്ങൾ ഒരുപാട് കാണുന്ന ഒരു പതിറ്റാണ്ടാണിത്. കാരണം ഉക്രൈനും റഷ്യയുമായുള്ള യുദ്ധം, റഷ്യ എന്ന് പറഞ്ഞത് 2-3 മാസങ്ങൾ കൊണ്ട് കാര്യങ്ങൾ അവസാനിപ്പിക്കുമെന്നാണ്. അത് അവസാനിച്ചിട്ടില്ല, നീണ്ടുപോകുന്നു. വലിയ തിരിച്ചടി റഷ്യയ്ക്കുണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ഇസ്രായേൽ ഹമാസ് യുദ്ധമാകട്ടെ അതിപ്പോഴും നടക്കുന്നുണ്ട്. ഹമാസിനെ ഒരു 3/4 പങ്കോളം തീർക്കാൻ സാധിച്ചുവെങ്കിലും സിറിയയിൽ ഉണ്ടാകുന്ന യുദ്ധങ്ങൾ ഇപ്പോഴും പലതലത്തിൽ തുടരുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഈ യുദ്ധവും ഇസ്രായേലിലേക്ക് ആത്മവിശ്വാസം 2-3 ദിവസം കൊണ്ട് ഇറാനെ തീർക്കാമെന്നായിരുന്നു. മറ്റു യുദ്ധങ്ങളുടെ അതേ അവസ്ഥ തന്നെയല്ലേ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവസാനിക്കാത്ത ഒന്നായി ഇത് ഇങ്ങനെ തുടർന്നു പോകുമോ? ശ്രീ രഞ്ജിത്ത്, എനിക്ക് തോന്നുന്നില്ല ഇസ്രയേല് 2-3 ദിവസം കൊണ്ട് ഇറാനെ പോലെ ഒരു രാജ്യത്തെ പൂർണ്ണമായി ഫിനിഷ് ചെയ്ത് കളയാം എന്ന മോഹവുമായി ഒരു യുദ്ധം തുടങ്ങി വെക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇതൊരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടാണ്. അപ്പം അത് ഇസ്രയേൽ എന്ന രാജ്യത്തിന് നിലനിൽക്കണമെങ്കിൽ, അതായത് ഒരു 3000 വർഷമായിട്ട് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഒരു രാജ്യമാണ്. ചിലപ്പോഴൊക്കെ ഭൂപ്രദേശമുള്ള പരമാധികാര സർക്കാരുള്ള ഒരു രാജ്യമായിരുന്നു, ഭരണകൂടമുള്ള രാജ്യമായിരുന്നു. പക്ഷേ ചരിത്രത്തിൽ ഏറിയ പങ്കും ഒരു ജനത മാത്രമായിരുന്നു, ലോകത്തെമ്പാടും ചിതറി പാർക്കുന്ന ജനത മാത്രമായിരുന്നു ഇസ്രയേൽ. അപ്പം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രമെന്ന് പറയുന്നത് ഒരു സങ്കല്പമാണ്. അതിൻ്റെ മൂർത്തിഭാവമായി ഒരു ഭൂപ്രദേശവും പരമാധികാര സർക്കാരും എല്ലാം വന്നത് 1948 മാത്രമാണ്. അത് നിലനിൽക്കണമെങ്കിൽ, ഒരു നൂറ്റാണ്ടെങ്കിലും അത് നിലനിൽക്കണമെങ്കിൽ ഡെത്ത് ടു ഇസ്രയേൽ എന്ന് പറയുന്ന ഇറാൻ്റെ ആ ഡെത്ത് ആം മുറിച്ചു കളയേണ്ടതുണ്ട്. ആ ഡെത്ത് ആമിൻ്റെ പേരാണ് ന്യൂക്ലിയർ ആഴ്സണൽ. അതുകൊണ്ടാണ് ഇസ്രയേലിന് വ്യക്തമായ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്. അതായത് ഇറാൻ്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഡെൻറ്റ് ചെയ്യുക, കഴിയുമെങ്കിൽ പൂർണ്ണമായി എടുത്ത് കളയുക. ഇനി അത്രയും കഴിഞ്ഞില്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് കൂടി ഉണ്ട്. ഒരു 10 വർഷത്തേക്കെങ്കിലും ഇറാൻ്റെ ആണവ പദ്ധതി ഒന്ന് സ്ലോ ഡൗൺ ചെയ്യിക്കുക. അതുകൊണ്ടാണ് സെൻട്രിഫ്യൂജുകളൊക്കെ ഇരിക്കുന്ന സ്ഥലം ഈ കംപ്ലീറ്റ് തകർത്ത് കളയാം എന്ന ഒരു ചിന്ത വന്നത്. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞത്, ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു ഭീഷണിയായി നിൽക്കുന്നിടത്തോളം കാലം സ്വസ്ഥമായി മുന്നോട്ട് പോകാനാവില്ല.
അതുകൊണ്ടാണ് ഒരു ഒക്ടോബർ 7, 2023 എന്ന് പറയുന്നത് ഒരു ട്രിഗർ പോയിന്റ് ആണ് എന്ന് കേണൽ ഡെന്നി ഇവിടെ സൂചിപ്പിച്ചു. അത് ട്രിഗർ പോയിന്റ് ആണെന്നാണ് പൊതുവെ എല്ലാവരും വിശ്വസിക്കുന്നത്. അതൊരു ചെറിയ ട്രിഗർ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. ഹമാസിന്റെ ഭാഗത്തു നിന്നോ അയൽ പ്രദേശങ്ങളിൽ നിന്നോ ശക്തമായ ആക്രമണം ഉണ്ടാകും. ഇന്റലിജൻസ് ഫെയിലിയർ പോലും മുൻകൂട്ടി കാണാൻ ഇസ്രായേലിന് കഴിയും. കാരണം ഒരു സ്വാഭാവികമായി ഉണ്ടാകാം. ഇന്റലിജൻസ് ഫെയിലിയർ ഉണ്ടായാലും രാജ്യം നിലനിൽക്കണം. അതിനു വേണ്ടിയാണ് അവർ അയൺ ഡോം ഉണ്ടാക്കി വെച്ചത്. അപ്പം ഇവിടെ നോക്കൂ, ഇറാനിൽ നിന്ന് വരുന്ന ത്രെട്ട് ഹിസ്ബുള്ളയുടെ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ത്രെട്ട് പോലല്ല. ഇറാൻ ഈസ് എ സ്റ്റേറ്റ് ആക്ടർ. ഹിസ്ബുള്ള, ഹമാസ് അവർ സ്റ്റേറ്റ് ആക്ടേഴ്സ് അല്ലെന്ന് ഓർക്കണം. ഹൂത്തീസ് പാർഷ്യലി സ്റ്റേറ്റ് ആക്ടേഴ്സാണ്, പാർഷ്യലി നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സാണ്. പക്ഷേ ഇറാൻ അങ്ങനെയല്ല. ഇറാൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഇസ്രയേലുമായി ബന്ധപ്പെട്ടല്ല. ഇറാൻ വലിയൊരു ഭൂപ്രദേശമാണ്. സാമാന്യം 8,40,00,000 ജനങ്ങളുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് ഇറാൻ ഒരു സിവിലൈസേഷൻ, പണ്ടത്തെ പേർഷ്യയാണ്, ഏൻഷ്യൻ പേർഷ്യയുടെ ഇന്നത്തെ രൂപമാണല്ലോ ഇറാൻ. അതുകൊണ്ട് ഇറാൻ്റെ നിലനിൽപ്പ് ഇസ്രയേലുമായി ബന്ധപ്പെട്ടല്ല എന്നോർക്കണം. ഇറാന് പേടി കാണും, ഇസ്രായേലിനെ പേടി കാണും. നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പര്യാപ്തമാണ്. എണ്ണ നിക്ഷേപങ്ങൾ, ആണവ സങ്കേതങ്ങൾ എല്ലാം തന്നെ ഇസ്രായേലി ആക്രമണത്തിന് വിധേയമാകാം. പക്ഷെ തിരിച്ചങ്ങനെയല്ല എന്നോർക്കണം. ഇസ്രയേലിൻ്റെ വെരി എക്സിസ്റ്റൻസ് ആഫ്റ്റർ ദി ഡിസ്ട്രക്ഷൻ ഓഫ് ദ ജെറൂസലം ടെമ്പിൾ, അതായത് BC 587 മറ്റുമാണ്. ജെറൂസലം ടെമ്പിളിൻ്റെ ഡിസ്ട്രക്ഷന് ശേഷം ചിതറിപ്പോയ ഇസ്രായേൽ അത് പേർഷ്യൻ ആക്രമണമാണെന്ന് ഓർക്കണം. അത് നെബൂഖദ്നേസറിന്റെ ആക്രമണമാണെന്ന് ഓർക്കണം. ബാബിലോണിയൻ ആക്രമണമാണ്. അപ്പോൾ കിഴക്ക് നിന്നും വരുന്ന ആക്രമണത്തെ, അത് ഇന്നത്തെ ഇറാഖ്, ബാബിലോണൊക്കെ ഇറാഖാണ്, ഇറാഖ് ആകട്ടെ പേർഷ്യ എന്ന ഇറാൻ ആകട്ടെ, കിഴക്ക് നിന്ന് വരുന്ന ആക്രമണം എക്കാലത്തും ചരിത്രപരമായി ഇസ്രയേലിനെ ചിതറിച്ചു കളഞ്ഞിട്ടുണ്ട്. പക്ഷെ എപ്പോഴെല്ലാം ചിതറിയപ്പോഴും അവർ റീഗ്രൂപ്പ് ചെയ്തു. അവസാനം റീഗ്രൂപ്പ് ചെയ്യാൻ 2000 വർഷം കാത്തിരിക്കേണ്ടി വന്നു ഒരു ഭൂമിയോടുകൂടി ഇസ്രയേലിനെ റീഗ്രൂപ്പ് ചെയ്തെടുക്കാൻ. അത് ഇനി കൈവിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് ഇസ്രയേലിൻ്റെ കൺസിഡറേഷനിലെ നമ്പർ 1 പാരഡൈം. അതിൽ ഒരു വെള്ളം ചേർക്കാനാവില്ല. അങ്ങനെ വെള്ളം ചേർത്താൽ പിന്നെ ഭൗതികമായി ഇസ്രയേൽ ഇല്ല. പക്ഷെ ഇറാൻ ഉണ്ടാവും. ഇറാനെ പൂർണ്ണമായി ആർക്കും നശിപ്പിക്കാനാവില്ല. ഇറാന് പ്രഹരം ഏൽപ്പിക്കാൻ സാധിക്കും. ഇസ്രായേലിന് പൂർണ്ണമായി ഇറാൻ്റെ ടെറിട്ടറിയെ കൈവശപ്പെടുത്താനാവില്ല, നശിപ്പിക്കാനാവില്ല. കുറേ പ്രദേശങ്ങളെങ്കിലും നിലനിൽക്കും. ആണവ യുദ്ധമുണ്ടായാൽ പോലും കുറച്ച് പ്രദേശങ്ങളെങ്കിലും നിലനിൽക്കാൻ കഴിയുന്ന രീതിയിലുള്ള വലിപ്പമുണ്ട്. ഇനി 2 ഡോക്ട്രിൻ കൂടെ വളരെ ബ്രീഫായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ആ 2 ഡോക്ട്രിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യമായി ഇതുവരെ പരിഗണിച്ചിട്ടില്ലാത്ത 2 മിലിറ്ററി ഡോക്ട്രിൻസ് ആണ്. ശ്രീ ഡെന്നി ഇവിടെ ഉണ്ടായിരുന്നു. കേണൽ ഡെന്നി ഉണ്ടായിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി ആധികാരികമായിട്ട് അതേക്കുറിച്ച് ഒരു അഭിപ്രായം പറയാമായിരുന്നു. ഇതിലൊന്നെന്ന് പറയുന്നത് ഈ ഒരു സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി എന്ന് പറയും. അതായത് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നു എങ്കിൽ ഇറാൻ തീർച്ചയായും ഇസ്രായേലിനെ ആക്രമിക്കുമല്ലോ. പക്ഷെ തിരിച്ചടിക്കാൻ ഇസ്രായേൽ അവിടെ ഉണ്ടാകും. രണ്ടാമത്തെ ആക്രമണം കൊടും ഭീകരമായ ആക്രമണമായിരിക്കും. അപ്പോൾ അതാണ് സെക്കൻഡ് സ്ട്രൈക്ക്. ഒരു ആക്രമണത്തിന് ശേഷം രണ്ടാമത് ആക്രമിക്കാനായി ആ രാജ്യം നിലനിൽക്കും. അത് കൺവെൻഷണൽ വെപ്പൺസ് ഉപയോഗിച്ചാണെങ്കിൽ സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി ഇസ്രായേലിന് ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. ഇറാനും സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി ഉണ്ട്. പക്ഷേ നോക്കൂ, ഇറാൻ ആണവ രാജ്യമായി മാറി എങ്കിൽ ഇസ്രായേലിൻ്റെ ഒരു സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി ഇല്ല. ഇറാൻ ഏകപക്ഷീയമായി ഏതാനും ആണവ ബോംബുകളുമായി ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ ഇസ്രായേലിന് ഒരു സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി എന്നത് വരുന്നതേ ഇല്ല എന്നോർക്കണം. അത് രാജ്യത്തിൻ്റെ ചെറിയ ഒരു ഭൂപ്രദേശത്തിൻ്റെ കാരണം കൊണ്ടാണ്. അത് കംപ്ലീറ്റ്ലി നശിച്ചു പോകും. അതാണ് ഒരു ഡോക്ടറിൻ. അപ്പോൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇസ്രായേലെല്ലാം ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു ഡോക്ടറിൻ എന്ന് പറയുന്നത് MAD എന്ന് പറയും, മ്യൂച്വലി അഷ്വേർഡ് ഡിസ്ട്രക്ഷൻ. ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അടിയും തിരിച്ചടിയും ഉണ്ടാകും. പക്ഷേ പ്രപ്പോർഷനേറ്റായ അടിയും തിരിച്ചടിയും ഉണ്ടാകണം എന്ന ആഗ്രഹം ഒരുപക്ഷെ ഇറാനുണ്ട്. ഇപ്പോൾ ഇസ്രായേൽ തന്നെയാണ് സൈനികമായ ആകാശയുദ്ധമായതുകൊണ്ട് മെച്ചപ്പെട്ട ആയുധങ്ങൾ, ആകാശമാർഗം പോകാവുന്ന വിമാനങ്ങളുടെ കൃത്യതയാകട്ടെ, മിസൈലുകളുടെ കൃത്യതയാകട്ടെ, ഇൻ്റലിജൻസ് നെറ്റ്വർക്കിൻ്റെ പ്രയോജനമാകട്ടെ, ഇസ്രായേലിൻ്റെ ഭാഗത്താണ് പ്രിപ്പോണ്ടറൻസ് ഓഫ് ബാലൻസ്. അതുകൊണ്ട് തന്നെ MAD എന്ന ഫോർമുല, മ്യൂച്വലി അഷ്വേർഡ് ഡിസ്ട്രക്ഷൻ, കൺവെൻഷണൽ യുദ്ധത്തിൽ ഒരുപക്ഷെ ഇസ്രായേലിന് അനുകൂലമായിട്ടാണ്. പക്ഷേ അതൊരു ആണവ യുദ്ധമായിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെയും ഇസ്രായേലിൻ്റെ ഡിസ്ട്രക്ഷൻ സംഭവിക്കാം. അതുകൊണ്ടാണ് പ്രീഎംപ്റ്റീവായി ഇറാനെ ഏത് നിലയിലും ആണവ കപ്പാസിറ്റി പൂർണ്ണമായി കസ്ട്രേറ്റ് ചെയ്ത് മാറ്റുക, വരിയെടുക്കുക എന്ന് പറയും. അതായത് മുറിച്ചു മാറ്റുക. ആണവമായി ഒരു കാലത്തും ഇറാൻ ഉണ്ടാവരുത്. ഈ കാര്യത്തിൽ ഇസ്രായേലിൻ്റെ ഇൻട്രസ്റ്റിനോടൊപ്പം അമേരിക്കൻ ഇൻട്രസ്റ്റ്, ഗൾഫ് രാജ്യങ്ങളുടെ GCC രാജ്യങ്ങളുടെ, സൗദി അറേബ്യയുടെ ഉൾപ്പെടെ ഇൻട്രസ്റ്റ് കൺവേർജ് ചെയ്യുമ്പോൾ
ഇസ്രായേൽ കാര്യങ്ങൾ എളുപ്പമാവുകയാണ്. അവിടെയാണ് ആത്യന്തികമായ നെറ്റ് അനാലിസിസിൽ മൊത്തം കാര്യങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ അഗ്രസർ ഇസ്രായേൽ ആണെങ്കിൽ പോലും ലോകരാജ്യങ്ങൾ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുമ്പോഴും അറബ് രാജ്യങ്ങൾ കുറ്റപ്പെടുത്തുമ്പോഴും ആത്യന്തികമായി ഇസ്രായേൽ ഉദ്ദേശിക്കുന്നിടത്ത് കാര്യങ്ങൾ എത്തിച്ച് നിൽക്കാം എന്ന കോൺഫിഡൻസ് ഉണ്ട്. പ്രത്യേകിച്ചും അമേരിക്ക ആത്യന്തികമായി ഇസ്രായേലിനെ കൈവിടില്ല എന്ന് ഉറപ്പുള്ളപ്പോൾ. പക്ഷേ ഇറാനെ ചൈനയോ റഷ്യയോ കൈവിടില്ല എന്ന് എന്താണ് ഉറപ്പ്? അവർ ചിലപ്പോൾ മാറി നിന്ന് കളി കാണത്തേ ഉള്ളൂ. തീർച്ചയായും അവിടെയാണ് നേരിട്ട് ഈ കാര്യം. അതുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ വരച്ചിട്ട ഇറാനെ തിരക്കഥ, പിന്തുണച്ച് വന്ന എഴുതി രാജ്യങ്ങളൊന്ന് ഉണ്ടാക്കിയ ചൈനയാണ്, അടുത്തിറങ്ങുകയാണ്. മറ്റൊന്ന് പാകിസ്ഥാനാണ്, മറ്റൊന്ന് റഷ്യയാണ്. അങ്ങനെ ചില പിന്തുണകൾ ലഭിക്കുന്നുണ്ട് എങ്കിൽ പോലും അവരാരും പ്രത്യക്ഷമായി ഇടപെടാനുള്ള സാഹചര്യമില്ല, അതിനുള്ള സാധ്യതകളുമില്ല. കാരണം ലോകക്രമത്തിലൊക്കെ അത്തരമൊരു വിഷയത്തിൽ ഇടപെടുക എന്നുള്ളത് ആത്മഹത്യാപരമായിരിക്കുമെന്നുള്ള ചിന്ത അവർക്കുമുണ്ട്. അഡ്വക്കേറ്റ് ബൈജു തൃട്ടാല, ഈ യുദ്ധമെന്ന് പറയുന്നത്, ഇപ്പോൾ നടക്കുന്ന പോരാട്ടമെന്ന് പറയുന്നത് ആഭ്യന്തര പ്രശ്നങ്ങളാൽ വലഞ്ഞ രണ്ട് ഭരണാധികാരികളുടെ നിൽക്കക്കള്ളിയില്ലാത്ത തരത്തിലുള്ള വിഷയങ്ങളിൽ അതിന് പരിഹാരം എന്നോണം വേണമെങ്കിൽ കാണാമോ? ട്രംപിനെതിരെ ആ രാജ്യത്ത് വലിയ ആഭ്യന്തര പ്രശ്നം നടക്കുന്നുണ്ട് കുടിയേറ്റ നിയമവുമായൊക്കെ ബന്ധപ്പെട്ട്. മറ്റൊന്ന് ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ കേസുകളും അഴിമതി വിഷയങ്ങളും. കുടുംബാംഗങ്ങൾ പോലും അധികാരം നഷ്ടപ്പെട്ടാൽ യാതൊരു തരത്തിലുള്ള ഇമ്മ്യൂണിറ്റിയും ഇല്ലാത്ത ഒരാളായി അദ്ദേഹം മാറുകയും ചെയ്യും, ജയിലിലേക്ക് വരെ പോയേക്കാം. കേസുകളൊക്കെ നടക്കുകയാണ്. അങ്ങനെ ഈ രണ്ട് ഭരണാധികാരികൾക്കും നിലനിൽപ്പിൻ്റെ പോരാട്ടമായി കൂടി ഇത്തരം യുദ്ധത്തെ കാണാമോ? തീർച്ചയായും അതിനെ അങ്ങനെ തന്നെ കാണാം. കാരണം ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പം നമ്മൾ ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ലോകക്രമത്തിൽ വാർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ പീസ്ഫുൾ വേൾഡ് എന്നുള്ളതായിരുന്നു പുള്ളിക്കാരൻ്റെ സ്ലോഗൻ തന്നെ. നൗ ലുക്ക് അറ്റ് ദ സിറ്റുവേഷൻ. ഞാനിപ്പം ഈ മോഹൻ വർഗീസ് പറഞ്ഞതിൻ്റെ ഒരു സെക്കൻഡ് സെനാരിയോ പറയാം. തിരിച്ചടിക്കാൻ കറക്റ്റാണ്. ഇപ്പോൾ ഇറാന്റെ കയ്യിൽ ഉണ്ട് എന്ന് പറയുന്നത് ഏതാണ്ട് 600% എൻറിച്ച്ഡ് യുറേനിയമാണ്. ഇത് വളരെ, അതായത് ഇത് ശകലം കൂടെ കൂടിയാൽ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാവും. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ പല എക്സ്പേർട്ടിൽ നിന്നും കേട്ട ഒരു വ്യൂ ആണ്, ഇവരെ സംബന്ധിച്ചിടത്തോളം രണ്ടു കൂട്ടരെ സംബന്ധിച്ചുള്ള എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ആണ്. ഈ സമയത്ത് ഇവര് they are going ahead and they going to develop nuclear weapon. What would be the consequences? അതായത് ഇവിടെ ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആണ്. അതായത് ഈ അടി നടക്കുകയാണ്, ന്യൂക്ലിയർ ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. ന്യൂക്ലിയർ ഇത് മറ്റൊരു എക്സാമ്പിൾ ആണ് ഈ നമ്മുടെ ലിബിയ. ഗദാഫി സറണ്ടേഡ്. വേർ ഇസ് ഗദാഫി നൗ? ആ റെജീം ചേഞ്ച് എന്നതിനേക്കാൾ ഇവർ കംപ്ലീറ്റ് തീർത്ത് കളയുന്ന ഒരു കോണ്ടക്സ്റ്റിലെത്തും. ആ ഒരു കോണ്ടക്സ്റ്റിലേക്ക് ഈ ഇറാനിയൻ ലീഡേഴ്സ് എത്തിപ്പെടുവോ? അങ്ങനെ പെട്ടാൽ ഇതിന്റെ സെക്കൻഡ്, ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞ സെക്കൻഡ് സ്റ്റേജ്, ആ അടിയുടെ ആഘാതം എന്താവും? പിന്നെ ഇപ്പോ ആ ബോർഡിൽ നടന്ന വോട്ട് വീറ്റോ ചെയ്തു ചൈനയും, അതിന് എതിർ വോട്ട് ചെയ്തു ചൈനയും റഷ്യയും. അതായത് അമേരിക്ക അവിടെ വരികയും അമേരിക്ക ഫുൾ എക്സ്റ്റന്റ് സപ്പോർട്ട് കൊടുക്കുകയാണേലും ഈ ചൈനയോ റഷ്യയോ വരില്ല എന്ന് നമുക്ക് സ്പെക്കുലേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഇറ്റ് മൈറ്റ് ബി എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് സിനാരിയോ. അപ്പോ ഇതേ രീതിയിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇതിനെ അത്ര സിമ്പിളായി കാണുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം എങ്ങോട്ടാണ് ഇതിന്റെ സെക്കൻഡ് സ്റ്റേജ് ട്രിഗർ ചെയ്ത് പോകാൻ പോകുന്നത്, എങ്ങോട്ടാണ് എന്നുള്ള കാര്യത്തിൽ തീർച്ചയായും വളരെ വളരെ ആഗണിയാണ്. അതായത് ഇപ്പം ഈ പല വിദേശ മാധ്യമങ്ങളിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത് ഈവൻ ഇസ്രായേലിലെ ജനങ്ങൾ പോലും ഭീതിയിലായി എന്നുള്ളതാണ്. ഇതിനു മുമ്പ് അങ്ങനത്തെ ഒരു സെനാരിയോ നമ്മൾ കേട്ടിട്ടേ ഇല്ല. അപ്പോ പിന്നെ രണ്ടാമത് ഇപ്പോ നമ്മൾ ഈ ഡെത്ത് ഓഫ് എ നേഷൻ എന്ന് പറയുമ്പോൾ കില്ലിങ്, ഇസ്രായേൽ അതങ്ങനെ പറഞ്ഞു, ബട്ട് ഇറാൻ അങ്ങനെ പറഞ്ഞു, ബട്ട് നൗ ഇസ്രായേൽ ഈസ് കില്ലിങ് ദം, എലിമിനേറ്റിംഗ് ദം. അപ്പോൾ ഇത് തമ്മിൽ എങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ കൃത്യമായും ഈ സ്ട്രാറ്റജി എൻ്റെ വ്യൂവിൽ ഇതൊരു ഇസ്രായേലിനെ പറ്റിയൊരു റോങ് അല്ലെങ്കിൽ ഫെയിലിയർ ഓഫ് എ സ്ട്രാറ്റജിക്കൽ പ്ലേ ആണ്. അതിന്റെ കാരണം ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രായേലിൽ എടുത്ത ഈ സ്റ്റാൻഡിനോട് എതിർക്കുകയാണ്. പിന്നെ ഇപ്പം ഇസ്രായേൽ പോലും പ്രതീക്ഷിച്ചില്ല ഇവർ ഇതേ രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നു ഇറാനെ. അപ്പം ഇറാൻ ഇതേ രീതിയിൽ ഇക്കണ്ട സാങ്ഷൻസ് എല്ലാം ഉണ്ടായിട്ടും ഇറാൻ ഇതേ രീതിയിൽ തിരിച്ചടിച്ചെങ്കിൽ ഇനി എന്താണ് വരാൻ പോകുന്നത് നമുക്ക് കണ്ടിരിക്കാൻ പറ്റില്ല. ഈ നെതന്യാഹു മുഴുവൻ അയൽ ഫിനിഷ് യു, അയൽ ബേൺ യു, ഇത് ഈ ഡെത്ത് സൈറൻ അവറിൽ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കൃത്യമായി ഈ വിഷയം ബയലാറ്ററൽ അഗ്രിമെന്റിലൂടെ നെഗോഷിയേഷനിലൂടെ മാത്രമേ തീരുകയുള്ളൂ.
ഇത് അടിച്ചിപ്പം ഈ ഇസ്രായേലി ഫോഴ്സിന്റെ ഒരു ഡെപ്യൂട്ടി ചെയർ, പുള്ളി റിട്ടയർഡ് ആയ ആളാണ്. കഴിഞ്ഞ ദിവസം പുള്ളി BBC കൊടുത്ത ഇന്റർവ്യൂ ആണ്. ഇത് അടിച്ച് എവിടെ നിന്ന് നിൽക്കും? അടിച്ച് ഈ വിഷയം തീരില്ല. ഈ വിഷയം ഇപ്പം ഓക്കെ, ഇപ്പം അടിച്ച ചിലപ്പോൾ 50 വർഷത്തേക്ക് ഇവരെ ഒന്ന് ഈ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കാതിരിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇതിനൊരു സൊല്യൂഷൻ വേണം. അപ്പം വീണ്ടും ദ ആൻസർ കം ടു ദി ഈ രഞ്ജിത്ത് ചോദ്യത്തിലേക്ക് വരികയാണ്. ഇത് തൽക്കാലം മുഖം ഫേസ് സേവ് ചെയ്യാൻ, രക്ഷിക്കാൻ വേണ്ടി രണ്ട് നേതാക്കന്മാർ കാണിക്കുന്ന ഒരു പ്രോഗ്രാം ആയിട്ട് വേണം നമുക്ക് കാണാം. അത് അങ്ങനെയാണ് ലക്ഷ്യമായി ഞാൻ പറയുന്നില്ല. നമുക്ക് അതിനുള്ള സാഹചര്യങ്ങൾ നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഏതേലും കാരണവശാൽ ഇവര് ഓക്കെ സദാം ഹുസൈനെ തീർത്ത് കളഞ്ഞു, ഗദാഫിയെ തീർത്ത് കളഞ്ഞു, അവരൊക്കെ സറണ്ടർ ചെയ്തവരാണ്. അല്ലെങ്കിൽ സദാം ഹുസൈൻ സറണ്ടർ ചെയ്തില്ല, ഗദാഫി ഏതാണ്ട് സറണ്ടർ ചെയ്യായിരുന്നു. അപ്പം തീർത്ത് കളഞ്ഞു. ഇനി നമുക്ക് ഒന്നും നോക്കാനില്ല, നമുക്ക് ന്യൂക്ലിയർ ഉണ്ടാക്കിയേക്കാം എന്നൊരു സ്റ്റാൻഡിലേക്ക് ഇറാൻ പോയാൽ where will we end? അതാണ് എൻ്റെ ചോദ്യം. അതാണ് ശ്രീ തിരിച്ചു വരാം വളരെ പെട്ടെന്ന്. നമുക്ക് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് നെതന്യാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് നിർണായകമാണ്. അതിൽ അദ്ദേഹം പറയുന്നത് എന്താ, ഹി ഡിസ്ക്രൈബ് ദ കറന്റ് മൊമെന്റ് ആസ് ആൻ എക്സിസ്റ്റൻഷ്യൽ ബാറ്റിൽ എഗൻസ്റ്റ് എ ക്രൂവൽ എനിമി സീക്കിംഗ് ഡിസ്ട്രക്ഷൻ എന്നുള്ള വളരെ പ്രധാനം. അതായത് ഇപ്പോഴും ഒരു ക്രൂവൽ എനിമിയായി ഇറാനെ കാണുന്നു. തങ്ങൾക്ക് ഇത്തരമൊരു ആക്രമണം നടത്താതെ മറ്റു മാർഗമില്ലായിരുന്നു എന്നാണ് നെതന്യാഹു വ്യക്തമാക്കുന്നത്. ഇറാൻ ഇപ്പോൾ പൊസസ്ഡ് ന്യൂക്ലിയർ കേപ്പബിലിറ്റീസ്, tens of thousands of such missiles. Think about what would happen if Iran had nuclear weapons to land on Israel cities. 20,000 such missiles are an existential threat to Israel. ശ്രീ MS വേണുഗോപാൽ, ഇപ്പോഴും അത് ആ തരത്തിൽ തന്നെ എന്താണ് അതിനെ ആ ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് നെതന്യാഹു. അതായത് ഇപ്പോഴും അവർ ഈ ഏറ്റവും എക്സിസ്റ്റൻഷ്യലായിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു, അവരുടെ നിലനിൽപ്പിനായുള്ളൊരു യുദ്ധമായിരുന്നു എന്നതിൽ തർക്കമില്ല. അത് അങ്ങനെ തന്നെ കൊണ്ടുപോകേണ്ടിയിരുന്നു. അല്ലാതെ അങ്ങോട്ട് കയറി ആക്രമിച്ചു, അനാവശ്യമായ ആക്രമണം എന്ന കാര്യത്തിനൊക്കെ ലോകരാജ്യങ്ങളുടെ അത്തരം വാദങ്ങളോടൊന്നും ഒരു തരത്തിലും യോജിക്കാത്ത നിലപാടിലാണ് നെതന്യാഹു. തീർച്ചയായിട്ടും അവർ ഭയക്കുന്നത് ഇത് ഇറാൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്നത് മാത്രമല്ല, ഇറാൻ ഈ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനി ഒരു ട്രീറ്റി ഉണ്ടായാൽ പോലും ഇവർ രഹസ്യമായി ഇത് പ്രോക്സീസിൻ്റെ കൊടുക്കുകയും ഒരു പ്രോക്സി വാർ വഴി തന്നെ തങ്ങളുടെ നില പരുങ്ങലിലാകുമോ എന്ന് ഇസ്രായേൽ ഭയക്കുന്നുണ്ട്. കാരണം ഈ കണ്ട അടികൾ മുഴുവൻ ഇസ്രായേലിന് കിട്ടിയത് ഇറാൻ്റെ പിന്തുണ കൂടെ ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഈ എലിമെൻറ്റ്സ് ഒന്നും ഇത്രയും കൂടുതൽ ശല്യം ചെയ്യുകയില്ലായിരുന്നു എന്നുള്ളതാണ് ഇസ്രായേലിന് കിട്ടിയിട്ടുള്ള പാഠം. അതവർ മനസ്സിലാക്കിക്കൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. പിന്നെ ഒരു കാര്യം പ്രധാനമായിട്ടുള്ളത്, ഈ പറഞ്ഞ രീതിയിലൊന്നും ഇറാനെ പെട്ടെന്ന് കീഴടക്കാൻ കഴിയില്ല എന്നുള്ളതൊരു സത്യമാണ്. അതിന് കാരണം അവരുടെ ആർമി അത്രയ്ക്ക് സ്ട്രോങ് ആണ്. 1,70,000 പേര് ഇവിടെ ഉള്ളപ്പം അവിടെ 6,70,000 അങ്ങോട്ടാണ് ഉള്ളത്. അവരുടെ വെപ്പൺസും എല്ലാം ഇസ്രായേലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ കീഴടക്കി സപ്രസ് ചെയ്ത് വെച്ചാൽ പോലും അവിടെ ഒരു നിരന്തരമായ ഒരു അണ്ടർഗ്രൗണ്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കും. പെട്ടെന്ന് അവരെ കീഴടക്കി പൂർണ്ണമായിട്ട് കൈക്കലാക്കാം എന്നുള്ളത് ഒരു വ്യാമോഹമാണ് എന്നുള്ളതാണ് സത്യം. പക്ഷേ അതല്ലെങ്കിൽ അമേരിക്ക ഡയറക്റ്റായിട്ട് രംഗത്ത് വരികയും അമേരിക്കയുടെ ഷാർപ്പ് അറ്റാക്ക് ഇസ്രായേലുമായി ചേർന്ന് ഉണ്ടാകുകയും ചെയ്താൽ മാത്രമേ ഇറാനെ അത്തരത്തിൽ പഞ്ചറാക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഇത് നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമായിട്ട് തന്നെ പരിണമിക്കും. ഈ യുദ്ധത്തിൽ നിന്ന് 8 വർഷം അവർ നിസ്സാരമായിട്ട് സദാം ഹുസൈനെതിരെ യുദ്ധം ചെയ്തതല്ലേ. കെമിക്കൽ വെപ്പൺ വരെ പ്രയോഗിച്ചിട്ടും അവർ യുദ്ധം തുടർന്ന പാർട്ടികളാണ്. അതും അവരുടെ ആരംഭകാലത്ത് ആ മുല്ലപ്പ് വിപ്ലവം കഴിഞ്ഞ് 1 വർഷം ആകുന്നതിന് മുമ്പേ അവർ വീണ്ടും റെഡിയായി വന്ന് നടത്തുന്ന പ്രക്ഷോഭങ്ങളാണ്. ആ പ്രശ്നങ്ങളെല്ലാം തന്നെ, ആ യുദ്ധങ്ങളെല്ലാം തന്നെ ശരിക്കും പറഞ്ഞാൽ ലോകരാഷ്ട്രങ്ങളെ കണ്ണു തുറപ്പിക്കുന്നതായിരുന്നു. കാരണം ഇവരുടെ അറ്റാക്കിംഗ് പവർ, അതുപോലെ അവരുടെ വില്ല്, ഈ 2 കാര്യങ്ങൾ അവർക്ക് എത്ര നീണ്ടുപോകുന്നതിനും മടിയില്ലാത്തവരാണ്. അതുപോലെ അവർ വേറെ ഇപ്പോൾ ഒരു ത്രെട്ട് ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഹോർമോസ് കടലിടുക്ക് ഞങ്ങൾ അടയ്ക്കും എന്നുള്ളതാണ്. ഹോർമോസ് കടലിടുക്ക് അടയ്ക്കുക എന്നുള്ളത് ഇറാനിപ്പോൾ അത്ര പെട്ടെന്ന് ചെയ്യാൻ കഴിയുമോ എന്നെനിക്ക് സംശയമാണ്. പക്ഷേ എന്നാൽ പോലും ആ ഒരു ഭീഷണി ഭാഗികമായിട്ടെങ്കിലും അവർക്കത് ചെയ്യാൻ കഴിഞ്ഞാൽ ലോകരാഷ്ട്രങ്ങളുടെ പെട്രോളിയം, ക്രൂഡ് ഓയിൽ ഉൾപ്പെടെയുള്ളവയുടെ മൂവ്മെൻറ്റ്, അതുപോലെ തന്നെ നോർമൽ ട്രേഡ്, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വളരെയധികം പ്രശ്നങ്ങളുണ്ടാകുകയും 20 മുതൽ 25% വരെ ക്രൂഡ് ഓയിൽ അതുവഴിയാണ് പോകുന്നതെന്ന് പറയുന്നു.
അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് വരുന്ന അല്ലെങ്കിൽ അറബിക്കടലിലേക്ക് വരുന്ന ഷിപ്പുകളുടെ എല്ലാം മൂവ്മെൻറ്റ് തടസ്സപ്പെടും. ഇതൊക്കെ ലോകരാഷ്ട്രങ്ങളെ എല്ലാം ചിന്തിപ്പിക്കേണ്ടതും ആക്കുന്നതുമൊക്കെ ആയ കാര്യങ്ങളായതുകൊണ്ട് അത്തരത്തിലൊരു വലിയ വാറ് പോകുന്നതിന് മുമ്പായിട്ട് ഒരു സംയമനം ഉണ്ടായില്ലെങ്കിൽ ഇത് ലോകത്തിന് പല വിധത്തിലുള്ള നാശങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. വേറൊരു ഡിപ്രഷൻ, നമ്മളിപ്പോൾ എപ്പിഡമിക് വന്നൊരു ഡിപ്രഷൻ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്, അതുപോലെ ഇതൊരു ഡിപ്രഷൻ കോസായിട്ട് വന്ന് എണ്ണപ്പാടങ്ങളെയാണ് ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത്. എണ്ണപ്പാടങ്ങളെല്ലാം നിരന്തരമായി കത്തിക്കൊണ്ടിരിക്കുന്നു. അത് ഉണ്ടാക്കുന്ന എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് അവിടെ ഭയങ്കരമായിരിക്കും. കാരണം കാട് പോലും ഇല്ലാത്ത പ്രദേശങ്ങളാണ് അവിടെ ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ എൻവയോൺമെൻറ്റലായിട്ടുണ്ടാക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ എത്രയായിരിക്കും? ഇത് എനിക്ക് തോന്നുന്നത് ഇസ്രായേൽ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു സൈക്കോളജിക്കൽ വാർ, എല്ലായിടത്തും തീ കത്തുമ്പം ജനത ഒന്നാകെ ഭയക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ അവിടെ ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെ ഉദ്ദേശിച്ചുകൂടെ ആയിരിക്കണം ഈ എണ്ണപ്പാടങ്ങൾക്കൊക്കെ തീയിട്ടിരിക്കുന്നത്. പക്ഷേ അതൊക്കെ വരുത്തി വയ്ക്കാൻ പോകുന്ന എൻവയോൺമെൻറ്റലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതിലൊന്നും ഭാഗമല്ലാത്ത രാഷ്ട്രങ്ങൾക്ക് പോലും ബാധിക്കാൻ പോകുന്നതാണ്. ഇതെല്ലാം നമ്മൾ പെട്ടെന്നൊന്നും നമുക്കിനി ഈ തീ ഇടാൻ എളുപ്പമാണ്, പക്ഷേ തീ അണയ്ക്കുക, പ്രത്യേകിച്ച് ഓയിൽ പാടങ്ങളിലൊക്കെ തീ അണയ്ക്കുക വളരെ ക്ലേശകരമായ കാര്യങ്ങളാണ്. ഇതൊക്കെ ഇനി ഏത് വിധത്തിലാണ് മാറി വരുന്നതെന്ന് അറിയേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം ലോകത്തിന് നാശമായിട്ടേ ഭവിക്കുകയുള്ളൂ. എന്തായാലും ഒരു ഒത്തുതീർപ്പിന് ഇറാൻ ശ്രമിക്കുമെങ്കിൽ ഒരു ട്രീറ്റിയോടുകൂടി ഇത് അവസാനിപ്പിക്കാൻ ഇസ്രയേലിനും USA-ക്കും കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ലോകം മുന്നോട്ട് പോകും. ശ്രീ ബോൻ വർഗീസ്, അങ്ങനെ ഒരു സാധ്യത, അതായത് ഇനി എന്താണ് പരിഹാരമെന്നുള്ളതാണ്. ഈ ഇറാൻ ഒട്ടും പുറകോട്ട് പോകാനുള്ള സാഹചര്യമില്ല. ഈ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോലും അവർ അത്തരത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു. ഇസ്രായേലും ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ട്വീറ്റും ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അമേരിക്കയ്ക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ വലിയ താല്പര്യമില്ല, അവർക്കും ഇറാൻ്റെ സർവനാശമാണ് അവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും വളരെ പ്രശ്നമുള്ള ഒരു വിഷയത്തിൽ എങ്ങനെ പരിഹാരമുണ്ടാകുമെന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഇവിടെ സൂചിപ്പിക്കുന്ന പ്രശ്ന പരിഹാരത്തിനായി സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഒരു ട്രൈ പാർട്ടൈറ്റ് ട്രീറ്റിയാണ്. 3 പാർട്ടികളടങ്ങുന്ന ഒരു ട്രീറ്റി. അത് ആണവ ആയുധങ്ങളുടെ വ്യാപനവും ഉൽപ്പാദനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന ട്രീറ്റിയാണ്. അത് ഇസ്രായേൽ, ഇറാൻ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇത് ഇന്നത്തെ നിലയിൽ അത് നോൺ സ്റ്റാർട്ടറാണ്. ആദ്യ നിലയിൽ ഇറാനും അമേരിക്കയും തമ്മിലൊരു ട്രീറ്റി, അത് 2015 ട്രീറ്റി ഒന്ന് പൊടി തട്ടിയെടുത്ത് ഇപ്പോൾ 5 റൗണ്ട് ചർച്ച നടത്തി അത് കൺക്ലൂഡ് ചെയ്യാനുള്ള ഒരു തീരുമാനം, അല്ലെങ്കിൽ അതിനുള്ളൊരു ഇച്ഛാശക്തി 2 രാജ്യങ്ങളും ഭാഗികമായെങ്കിലും കാട്ടി എന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും മുന്നോട്ട് പോയത്. ഇനിയിപ്പോൾ ഒരു ട്രീറ്റി ഉണ്ടാകണമെങ്കിൽ ഇസ്രായേൽ ഓൾസോ വിൽ ബി ഡിമാൻഡിങ് സർട്ടൻ അഷ്വറൻസസ്. അത് കൊടുക്കാൻ ആർക്ക് കഴിയും? അമേരിക്ക എന്ന മധ്യസ്ഥൻ്റെ സഹായത്തോടുകൂടി ഇറാനും ഇസ്രയേലും ഒരു ടേബിളിൻ്റെ ഇരുപുറവും ഇരുന്ന് ചർച്ച ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇന്നില്ല, നാളെയും അതുണ്ടാക്കാനുള്ള സാഹചര്യമില്ല. കാരണം അവർ രണ്ടും അതുപോലെ അകന്നു പോയിരിക്കുന്നു. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാൻ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങളാണ്: ഡെത്ത് ടു യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഡെത്ത് ടു ഇസ്രായേൽ. എന്തുകൊണ്ടാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് ഡെത്ത് എന്ന് പറയുന്നത്? അത് ജൂതരാഷ്ട്രത്തെ സഹായിക്കുന്നത് കൊണ്ടാണ്. അപ്പം കഴിഞ്ഞ ദിവസം വരെ, അതായത് 78 വരെ, ഷായുടെ കാലത്ത് 1978 വരെ ഇറാനും ഇസ്രായേലും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നു. അറബ് രാജ്യങ്ങളുമായി ഇസ്രായേൽ ഇങ്ങനെ മുട്ടം വിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ നോൺ അറബി രാജ്യമായ അറബി മേഖലയ്ക്ക് വെളിയിൽ കിടക്കുന്ന ഇറാനുമായി സാമാന്യം നല്ല ചങ്ങാത്തത്തിലോ ബന്ധത്തിലോ ആയിരുന്നു. പ്രകടമല്ല എങ്കിൽ പോലും നല്ല ബന്ധത്തിലായിരുന്നു. പക്ഷെ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഇറാൻ്റെ DNA തന്നെ മാറുകയാണ്. ഇസ്ലാമിക് വിപ്ലവത്തോടുകൂടി ഇറാൻ്റെ DNA മാറി. പിന്നീടുള്ള അവരുടെ എല്ലാ നീക്കങ്ങൾക്കും ഒരു സിവിലൈസേഷണൽ കൾച്ചറൽ ടച്ചാണ്. ഇസ്ലാമിക ലോകത്തിൻ്റെ ആകമാന നേതൃത്വമാണ്, ഒരു കൾച്ചറൽ സിവിലൈസേഷണൽ ലീഡർഷിപ്പാണ് ഇറാൻ ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹത്തിൽ നിന്നുകൊണ്ടാണ് ജൂതവിരോധം കത്തിച്ചു നിന്നുകൊണ്ട് ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേലിന് ഗ്യാരണ്ടീസ് വേണ്ടി വരുന്നത്. ഹൂ വിൽ ഗിവ് ഗ്യാരണ്ടി? ആർക്കാണ് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയുക? ഇറാന് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയില്ല, തങ്ങൾ ആക്രമിക്കില്ല എന്ന് പറയില്ല. അതുകൊണ്ടാണ് ഒരു ശക്തമായ രാജ്യത്തിൻ്റെ പിൻബലം. പക്ഷേ ഇവിടെ പരിഹാരമുണ്ടാകണമെങ്കിൽ ഒരു റൗണ്ട് അബൌട്ട് മെത്തേഡേ ഉള്ളൂ. ഈ കഴിഞ്ഞ 2015 ആണവ കരാറിൻ്റെ സിഗ്നറ്ററികൾ എന്ന് പറയുന്നത് ഇറാനും ഇസ്രായേൽ അവിടെ വരുന്നില്ല, ഇറാനും അമേരിക്കയും ഈ ഐക്യരാഷ്ട്ര സംഘടനയിലെ P5 മറ്റ് അംഗങ്ങൾ, അത് ചൈനയുണ്ട്, റഷ്യയുണ്ട്, ബ്രിട്ടനുണ്ട്, ഫ്രാൻസ് ഉണ്ട്, അതോടൊപ്പം ജർമ്മനിയും കൂടെ ചേർന്ന് 6 രാജ്യങ്ങൾ
ഇറാന്റെ ആണവ കരാറിൽ പങ്കാളികളാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒന്നുകിൽ ഒബ്സർവേഴ്സാണ്, അല്ലെങ്കിൽ അതിൻ്റെ പാർട്ടിസിപ്പൻസ് ആണ്, നെഗോസിയേഷൻ പാർട്ടിസിപ്പൻ്റ് ആണ്. ഈ 6 രാജ്യങ്ങളെ ജർമ്മനിയെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ P5 എല്ലാ രാജ്യങ്ങൾക്കും ഒന്നിച്ചു നിൽക്കാമെങ്കിൽ ഇറാനെ ഒരുപക്ഷെ ആണവ സാങ്കേതികവിദ്യ വെപ്പണൈസ് ചെയ്യുന്നതിൽ നിന്നും 60% സമ്പുഷ്ടീകരണം ആധുനിക സെൻട്രിഫ്യൂജുകൾ ഇപ്പോൾ വിന്യസിക്കുകയാണ്. അതിൻ്റെ സഹായത്തോടു കൂടി 90%മായിട്ടും വെപ്പണൈസേഷനിലേക്കും നീങ്ങില്ല എന്ന വ്യക്തമായ ഉറപ്പ് ലഭിക്കുകയും IAEA ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ പരീക്ഷണങ്ങൾ, നിരീക്ഷണങ്ങൾ, ചെക്കിംഗ്, അതിനെല്ലാം തന്നെ മേൽനോട്ടം ഇതെല്ലാം കൃത്യമായി നടക്കുകയും ചെയ്യും എന്ന് വ്യക്തമായ ട്രീറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയിപ്പോൾ അത് പോകൂ. അതുകൊണ്ട് ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാം മുന്നോട്ട് പോകുന്നിടത്തോളം കാലം ഇസ്രായേലിന് പിന്മാറാനാവില്ല. കാരണം ഇസ്രായേലാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇസ്രായേൽ തന്നെയാണ് ഇതിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ തിരക്കഥ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ തിരിച്ചടി ഉണ്ടാകും. ബൈജു തിട്ടാല, കേണൽ ഡിന്നി, ഒപ്പം ശ്രീ MS വേണുഗോപാൽ ഈ ചർച്ചയുടെ ഭാഗമായതിന് പ്രേക്ഷകർക്കായി ചോദിച്ച ചോദ്യം, അമേരിക്ക ഈ വിഷയത്തിൽ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ നേരിട്ട് ഇടപെടുമോ എന്നായിരുന്നു. ഇടപെടുമെന്ന് 59% പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടു. ഇല്ല എന്ന് 36% ആളുകളും അഭിപ്രായപ്പെട്ടു. ഏതാണ്ട് 30,000-ഓളം ആളുകൾ ഈ പോളിൽ പങ്കെടുത്ത് തങ്ങളുടെ അവകാശം വിനിയോഗിച്ചു. നിലമ്പൂരിൽ നിന്നുള്ള പ്രത്യേക ഷോ കാണാം, അതിലേക്ക്.